നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ കോടതിയിലെ സത്യം ഭൂമിയിലെ കോടതിയിലും തെളിഞ്ഞിരിക്കുന്നു. ബിഷപ്പ് ഫ്രാങ്കോയെ കുറ്റവിമുക്തനാക്കി കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ജലന്ധർ രൂപതയ്ക്ക് മാത്രമല്ല, ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് മാത്രമല്ല, ആഗോള സഭയ്ക്ക് തന്നെ ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ വിധി പ്രഖ്യാപനത്തിനിടയിലും സഭയെ നശിപ്പിക്കുവാനുള്ള ഒരു ആയുധം നഷ്ടമായതിൻ്റെ ചിലരുടെ വേദനകളും, ഒരു വ്യാജ പൊതുബോധം സൃഷ്ടിച്ചെടുക്കുന്നതിൽ പരാജയപ്പെട്ട ചിലരുടെ ആവലാതികളും ചില മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. നീതി നടപ്പാക്കുക എന്നത് ചിലരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കലല്ല എന്നത് ഈ വിധിയിലൂടെയെങ്കിലും ഇക്കൂട്ടർ മനസ്സിലാക്കിയാൽ നന്ന്. ഷെക്കേന ചർച്ച ചെയ്യുന്നു. വ്യാജ പൊതുബോധം സൃഷ്ടിച്ചിരിക്കുന്ന മാധ്യമ വിചാരണകൾ അവസാനിപ്പിക്കേണ്ടതല്ലേ? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ഡൽഹി ദീപിക ബ്യൂറോ ചീഫ് ശ്രീ ജോർജ് കല്ലുവേലിൽ, അഡ്വക്കേറ്റ് ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ടി ദേവപ്രസാദ്, ഒപ്പം പൂഞ്ഞാർ മുൻ MLA ശ്രീ PC ജോർജിനെയും ഈ ചർച്ചയിൽ ഫോണിലൂടെ നാം പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ജോർജ് കല്ലുവേലിൽ, നമുക്കറിയാം, ഒരു അഭയ കേസിന് ശേഷം പൊതുസമൂഹത്തിൽ ഒരു വ്യാജ പൊതുബോധം സൃഷ്ടിച്ചെടുക്കുവാൻ പലരും, മുഖ്യധാര മാധ്യമങ്ങളും സഭാ വിരുദ്ധരുമൊക്കെ കിടിഞ്ഞ് പരിശ്രമിച്ച ഒരു കേസാണ് ബിഷപ്പ് ഫ്രാങ്കോയുടെ ഒരു കേസ്. ഈ ഒരു കേസിൻ്റെ വിചാരണ നാളുകളിൽ ബിഷപ്പ് ഫ്രാങ്കോവിനെ അറസ്റ്റ് ചെയ്ത ആ ഒരു ഘട്ടത്തിലൊക്കെ വളരെ മോശം പദപ്രയോഗങ്ങളാണ് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ ഈ കൂട്ടർ ഉന്നയിച്ചിരുന്നത്. ഇത്തരത്തിൽ ഈ വ്യാജ പൊതുബോധം സൃഷ്ടിച്ചവർക്കേറ്റ കനത്ത ഒരു പ്രഹരം തന്നെയല്ലേ ഇന്നത്തെ ഈ ഒരു കോടതി വിധി? ശ്രീ ജോർജ് കല്ലുവേലിൽ. ജോജി, കോടതി ആണ് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഈ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ഈ കേസിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെയുള്ള ഏതാണ്ട് എല്ലാ ആരോപണങ്ങളിൽ നിന്നും അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. നമ്മളെ രാജ്യത്ത് നിലവിലുള്ള നിയമ സംവിധാനത്തോട് പൂർണ്ണ വിധേയത്വമുള്ള അംഗീകരിക്കുന്ന ജനങ്ങളും നേതാക്കളും ഇക്കാര്യത്തില് രാഷ്ട്രീയവും മറ്റ് മതപരവും അങ്ങനെ അല്ലാത്തതുമായ ചില താല്പര്യങ്ങൾ കൊണ്ട് ഈ വിധിയെ അപ്പാടെ അവഹേളിക്കാനും ജനാധിപത്യ വ്യവസ്ഥിതിയിലെ ഏറ്റവും നിർണായകമായ കോടതി വിധികളെ ഏതാണ്ട് നിഷ്പ്രഭമാക്കാനും വളരെ കുൽസിത ശ്രമങ്ങൾ നടക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഈ ബിഷപ്പ് ഫ്രാങ്കോ ഡൽഹിയിൽ ബിഷപ്പായി വരുന്ന കാലം മുതൽ, പിന്നീട് ജലന്ധറിൽ എത്തിയത് മുതൽ വളരെ അടുത്തറിയുന്ന ആളും ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഈ ആരോപണം, സിസ്റ്റർ അനുപമയുടെ നേതൃത്വത്തിലുണ്ടായ ആരോപണം, അതിന്റെ തുടക്കം മുതൽ പരിശോധിക്കുകയും വളരെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെല്ലാനും അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. ഇതിന്റെ സത്യം എന്ത് എന്ന കാര്യത്തില് എനിക്ക് നേരത്തെ മുതലേ ഈ ആരോപണങ്ങൾ അല്ല സത്യമെന്ന് തോന്നിയിരുന്നു. ഇവിടെ ബിഷപ്പ് ഫ്രാങ്കോയെ ന്യായീകരിക്കേണ്ട ചുമതലയൊന്നും നമുക്കാർക്കുമില്ല. പക്ഷേ സത്യത്തെ ന്യായീകരിക്കേണ്ട ചുമതലയുണ്ട്. സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കേണ്ടതുണ്ട്. അസത്യവും നുണയും പ്രചരിപ്പിച്ച് എന്തും ആർക്കെതിരെയും ഏത് ദുരാരോപണം കൊണ്ടുവരുവാനും സമൂഹ മധ്യത്തിൽ പൊതുസമക്ഷത്തിൽ നല്ല വ്യക്തികളെയും സമൂഹങ്ങളെയും സമുദായങ്ങളെയും ഒക്കെ ചീത്ത ആക്കുവാനും അവഹേളിക്കുവാനും അതുവഴി പീഡിപ്പിക്കുവാനും ചിലർ ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെയുള്ള വലിയൊരു താക്കീതും മുന്നറിയിപ്പും ആണ് ഇന്ന് കോട്ടയത്തെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം എല്ലാ തെളിവുകളും പരിശോധിച്ച ശേഷമാണ് കോടതികള് ഇക്കാര്യത്തില് വിധി പ്രഖ്യാപിക്കുന്നത്. ഞാന് ഈ സംഭവത്തില് എങ്ങനെയാണ് ഈ ആരോപണത്തിലേക്ക് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളില് വളരെ വിശദമായി പരിശോധിക്കുമ്പോൾ മാത്രമാണ് ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ട് എന്ന കാര്യത്തില് തുടക്കം മുതലേ സംശയമില്ലായിരുന്നു. അക്കാര്യത്തില് ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. ഇവിടെ ബിഷപ്പ് ഫ്രാങ്കോ എന്നതോ ഏതാനും ചില കന്യാസ്ത്രീമാരോ അല്ല, അതിനപ്പുറത്ത് കിടന്ന് ഈ ബിഷപ്പ് ഫ്രാങ്കോയെയും കന്യാസ്ത്രീമാരെയും മറയാക്കി കത്തോലിക്ക സഭയെയും പൊതുസമൂഹത്തിലെ അത്യാവശ്യം അംഗീകാരമുള്ളവരെയും നശിപ്പിക്കുവാനും അവരെ വളരെ മോശപ്പെടുത്തുവാനും വളരെ കൃത്യമായ കുൽസിതമായ ഗൂഢ ശ്രമങ്ങൾ
അത് മറ്റ് ചില സഹായത്തോടു കൂടി ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നു. കാരണം മാധ്യമങ്ങള് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മെയിൻ ഈ മാധ്യമ രംഗത്തുണ്ടായിരിക്കുന്ന അധപ്പതനത്തിന്റെ ഒരു ഭാഗമായി ടെലിവിഷൻ ജേർണലിസം വരുമ്പോൾ പലപ്പോഴും ഇവർക്ക് കൂടുതൽ ഐബോൾസ്, കണ്ണുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി അനാവശ്യ വിവാദങ്ങളെ ഏറെ ബലൂൺ പോലെ വീർപ്പിക്കുവാനും അത് പൊട്ടിക്കഴിയുമ്പോൾ അതിനെ കുറിച്ച് വീണ്ടും ഞങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനൊക്കെയുള്ള ശ്രമങ്ങൾ ദേശീയ മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ശശി തരൂരിനെതിരെയുള്ള കേസ് നമുക്കറിയാം. എങ്ങനെയാണ് ഒരു ദേശീയ മാധ്യമം അടക്കമുള്ളവർ അതിനെ എത്ര വക്രീകരിക്കാൻ ശ്രമിച്ചു എന്ന കാര്യം നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതുപോലെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യയിലാകെ. അപ്പൊ അത്തരത്തിലൊന്നായി മാത്രം ഇതിനെ കണക്കാക്കിയാൽ മതി. അത് പക്ഷേ സത്യം വിജയിക്കണം, സത്യം മാത്രമേ വിജയിക്കാവൂ. ആ അസത്യം പറയുന്നവരെയും ചൂണ്ടിക്കാണിക്കുന്നവരെയും പൊതുസമൂഹത്തിന് മുന്നിൽ തിരിച്ചറിയാനുള്ള ഒരു ശേഷി ഈ രാജ്യത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് കോടതികളും നിയമവ്യവസ്ഥയും വലിയ സഹായമാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ കോടതി വിധി സത്യത്തിന് വേണ്ടിയുള്ള വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് എന്ന് ഞാൻ കരുതുകയാണ്. ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ഈ 2018 ഈ കേസ് ആരംഭിച്ച നാൾ മുതൽ 2018 ഈ കന്യാസ്ത്രീ ബിഷപ്പിനെതിരെ ഒരു പീഡന പരാതി കൊടുക്കുന്നത്. തുടർന്ന് 2018 സെപ്റ്റംബറിൽ പിതാവിനെ അറസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് അങ്ങോട്ടൊക്കെ ഈ മാധ്യമങ്ങളിലൂടെയുള്ള ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ബിഷപ്പ് കുറ്റക്കാരനാണ് എന്ന രീതിയിലുള്ള ഒരു വ്യാജ പൊതുബോധം പലരും സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ സഭാവിരുദ്ധരുണ്ട്, ചില തീവ്ര നിലപാടുകളുള്ള ചില സംഘടനകളുണ്ട്. എന്നാൽ ആ വ്യാജ പൊതുബോധത്തെയൊക്കെ ഒരു തകർക്കുന്ന രീതിയിലുള്ള ഒരു ചങ്കൂറ്റത്തോടെയുള്ള ഒരു വിധിയാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കേസിൽ ഇന്നത്തെ ആ ഒരു വിധിയിൽ എന്തെല്ലാം സുപ്രധാനമായ നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്? ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ. ആദ്യമേ തന്നെ ആ വിധിന്യായം ഇതുവരെ വായിക്കാൻ സാധിച്ചിട്ടില്ല, കയ്യിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഏതൊക്കെ മേഖലകളാണ് പരാമർശ വിഷയമായിരിക്കുന്നത്, നിയമത്തിന്റെ വള്ളിപുള്ളികളുടെ ഇടയിലൂടെ എങ്ങനെയാണ് യാത്ര ചെയ്തിരിക്കുന്നത് എന്നൊന്നും പറയാൻ ഇപ്പോൾ ഞാൻ ആളല്ല. എങ്കിലും ഈ കേസ് വരുന്ന സമയം മുതൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് സിസ്റ്റർ അഭയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസുകൾ, അതുപോലെ മറ്റ് ക്രൈസ്തവ സമൂഹത്തിലെ നേതൃത്വങ്ങൾ ഉൾപ്പെടുന്ന നിയമ യുദ്ധങ്ങളോ കേസുകളുമായിട്ട് വരുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ് പരസ്യമായ ഒരുമാതിരി മാധ്യമ വിചാരണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് സ്വന്തം ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി സ്വന്തം കുടുംബത്തെ പോലും നടുറോട്ടിൽ തുണിയഴിച്ചു നിർത്താൻ മടി കാണിക്കാത്ത മാധ്യമ പ്രവർത്തനത്തിന്റെ സംസ്കാരം നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റണം. ഇത് ഓരോ മലയാളിയും, ഇത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത് ഇത്രയും ഭീകരമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ മോശമായിട്ട് വ്യക്തി ജീവിതത്തിലേക്ക് കുടുംബജീവിതത്തിലേക്ക് കടന്നു കയറി നിന്നുകൊണ്ട് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെയും വ്യക്തി ജീവിതത്തെയും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തനത്തെ നമ്മൾ ചലഞ്ച് ചെയ്യണം. കേരള സമൂഹം ഒന്നിച്ച് നിന്ന് എതിർക്കേണ്ട സമയമാണ്, കാലഘട്ടമാണ്. അത് അതിക്രമിച്ചിരിക്കുന്നു. അപ്പം ഇവിടെ മാധ്യമങ്ങളുടെ ചർച്ചയും മാധ്യമങ്ങളുടെ പരാമർശവും എന്തിനേറെ പറയും, ഇന്ന് രാവിലെ കേസിന്റെ വിധി വരുന്നതിന് മുമ്പുള്ള ചാനൽ ചർച്ചകളിൽ ഒരു ചാനലും മോശമല്ല, എല്ലാ ചാനൽ ചർച്ചകളിലും ഇരുന്നു കൊണ്ട് അവിടെ വിധി തീർപ്പാക്കി കഴിഞ്ഞു, എത്ര ഇനി ശിക്ഷ കിട്ടുമെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. ഞാൻ കോട്ടയത്ത് ഉണ്ടായിരുന്നു, ഞാനും ഈ കോടതിയിലേക്ക് പോയ ആളാണ്, കോടതിയിലെത്തി കോടതി മുറിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ന്യൂസ് കാണുമ്പോൾ അവിടെ വിധി നടപ്പിലാക്കി, ശിക്ഷ മാത്രം, ഫൗണ്ട് ഗിൽറ്റിയാണ് ചാനലുകാര്. പിന്നെ ആകെ ഉള്ളത് ഇനി കൺവിക്ഷൻ എത്രയാണ് എന്താണെന്ന് ആലോചിച്ചാൽ മതി. ഇത് ആദ്യം തിരിച്ചറിയണം. ഇവിടുത്തെ സമൂഹത്തിന് നീതി നടപ്പിലാക്കുന്ന ചുമതലയല്ല രാജ്യം മാധ്യമങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനൊരു ഭരണഘടനാ സംവിധാനമുണ്ട്, അതാണ് നമ്മുടെ നീതിപീഠം. ആ പണിയെടുക്കുന്ന നീതിപീഠമാണ്. അപ്പൊ നീതിപീഠത്തിന്റെ മുമ്പിൽ വരുന്ന കേസുകളിൽ വസ്തുതകളുടെയും രേഖകളുടെയും തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ട ഒരു കേസിനെ മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന്, ചാനലിന്റെ മുമ്പിലിരുന്ന് വിളിച്ചു കീറി വലിച്ചു കീറി ഒരു വ്യക്തിയെ ഇല്ലാതാക്കുന്ന ഈ സംസ്കാരത്തെ, വൃത്തികെട്ട സംസ്കാരത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ തുടച്ചു മാറ്റിയേ പറ്റൂ. അത് മാധ്യമങ്ങളെ രാഷ്ട്രത്തിന്റെ ഭരണഘടന ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടില്ല, അത് നീതിപീഠമാണ്. ഇനി നീതിപീഠം പുറപ്പെടുവിച്ച വിധിക്കെതിരെ അപ്പൊ തുടങ്ങി
കോടതി വിധി വന്ന സെക്കൻഡിൽ തുടങ്ങി വീണ്ടും നീതിപീഠത്തിന്റെ മേലെ വിധി വന്ന നിമിഷം മുതൽ, വിധി വന്ന സെക്കൻഡ് മുതൽ മാധ്യമങ്ങളിൽ തുടങ്ങി. അപ്പൊ അത്രയും നേരവും വിധി വരുന്നത് വരെ നീതിപീഠവും അന്വേഷണ ഉദ്യോഗസ്ഥരുമെല്ലാം സുതാര്യമാണെന്ന് പറഞ്ഞിരുന്ന ഇതേ ചാനലുകാര് എന്ന് പറഞ്ഞാൽ ആ 10:45 വരെ ഈ ഫ്രാങ്കോ ബിഷപ്പ് ഒരു എന്താ ശിക്ഷ വിധിക്കപ്പെട്ട ഒരാളായിട്ട് നിർത്തി ഇതേ ചാനലുകള് ഈ നീതി പാലകനും നിയമ സംവിധാനത്തിനുമെതിരെ സ്വരം ഉയർത്താൻ വേണ്ടി തുടങ്ങി. ഈ സംസ്കാരം എവിടുന്ന് കയറി വന്നത്? ഈ സംസ്കാരത്തെ നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടത്. വന്ന നിമിഷം മുതൽ ഏറ്റവും വലിയ ആരോപണങ്ങളൊന്ന് കേട്ടു. കോടിക്കണക്കിന് രൂപ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്രയും ശക്തമായ ഒരു കേസിനകത്ത് ഒരു പ്രതി നിയമയുദ്ധം നടത്തി ജയിക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ മുടക്കേണ്ടി വരും. അത് ആ പ്രതിയുടെ അവകാശമാണ്. അത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. അല്ലാതെ ആരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എഴുതി തന്നിരിക്കുന്ന ഒരു കാര്യമല്ല. അത് ഇന്ത്യയിലുള്ള ഏത് പൗരനും എത്ര കോടി രൂപ മുടക്കി വേണേലും, ലോകത്തിലെ ഏറ്റവും വിലമതിക്കുന്ന വക്കീൽമാരെ ഇറക്കി സ്വന്തം കേസിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. ആ ഭരണഘടന വെച്ച് അദ്ദേഹം അത് ചെയ്തു, വാദിഭാഗവും ചെയ്തില്ലേ? അതിനുള്ള വീഴ്ച അവിടെ അത് പറയാതെ ഈ മാധ്യമങ്ങള് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ പോലും വലിച്ചു കീറുന്ന ഈ ദാരുണമായ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാധ്യമ രംഗത്തെ രക്ഷിച്ചെടുക്കണമെങ്കിൽ ഒന്നിച്ച് മലയാളികള്, സംസ്കാരമുള്ള നമ്മൾ ഒന്നിച്ച് കൈകോർത്ത് മുന്നേറേണ്ട സമയം അതിക്രമിച്ചു. ജസ്റ്റിൻ പള്ളിവാത്, ഒരു കാര്യം കൂടി. നേരത്തെ ഈ വിധി വന്നതിന് ശേഷം ഫ്രാങ്കോ പിതാവിന്റെ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഒരു സാക്ഷി പോലും കൂറുമാറിയില്ല എന്നതാണ്. ഇത്തരം ആരോപണങ്ങളുടെ ഒരു മുന ഒടിക്കുന്നതല്ലേ ആ ഒരു സാക്ഷികൾ കൂറുമാറിയില്ല എന്ന ഒരു വലിയൊരു കാര്യം? ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ, എനിക്ക് തോന്നുന്നു PC ജോർജ് സാറാണെന്ന് തോന്നുന്നു ഈ വിധി വന്നതിന് ശേഷം ഏതോ ഒരു ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു. ഇത് ഇന്ത്യയിലെ നിയമ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചരിത്ര പ്രധാനമായ ഒരു വിധി ന്യായമായിട്ട് മാറും ആ ജഡ്ജ് എഴുതിയ, ഗോപകുമാർ സാർ എഴുതിയ ജഡ്ജ്മെന്റ് എന്നുള്ളത്. യാതൊരു സംശയവുമില്ല. കാരണം 39 സാക്ഷികളെ വിസ്തരിച്ച് ഒരാൾ പോലും ഹോസ്റ്റൈൽ ആയിട്ടില്ല. അത് തന്നെയാണ് ആ കേസിന്റെ മെരിറ്റ്. അതിനുപരി ഈ മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ കൈരളി ചാനൽ റിപ്പോർട്ടർ ആയിരിക്കുന്ന അഭിലാഷാണ് ഏറ്റവും നല്ല സാക്ഷിയായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് 5ാമത്തെ സാക്ഷി അതാണ് മാധ്യമ പ്രവർത്തനം. ആ മാധ്യമ പ്രവർത്തനത്തിലൂടെ വന്ന തെളിവുകളാണ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഈ പ്രോസിക്യൂഷന് എതിരായിട്ട് നിന്നത് എന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒത്തിരി കാര്യങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ. പക്ഷെ ഈ കേസിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയപ്പെടുന്നത് ഒരു സാക്ഷി പോലും, ഒരു മഗസർ വിറ്റ്നസ് പോലും ഹോസ്റ്റൈൽ ആയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. വ്യക്തമാണ്. ശ്രീ ടി ദേവപ്രസാദ്, ഈ ബിഷപ്പ് ഫ്രാങ്കോയുടെ ഈ കേസ് വന്നതിന് ശേഷം സഭയുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയത്തും സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ ചാനൽ ചർച്ചകളിലൊക്കെ ഈ ഒരു ബിഷപ്പ് ഫ്രാങ്കോയുടെ ഒരു കേസ് കൂട്ട് ചെയ്യാറുണ്ട്. നിരന്തരം സഭയെ കരിവാരി തേക്കുന്ന ഒരു പ്രവണത ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമ്മുടെ മാധ്യമ ലോകത്ത്. ഈ ഒരു വിധിയിലൂടെയെങ്കിലും ഇത്തരം അടിസ്ഥാനരഹിതമായി സഭയെ കരിവാരി തേക്കുന്ന ഈ മുഖ്യധാര മാധ്യമങ്ങളുടെ ഒരു പ്രവണത തിരുത്തപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ശ്രീ ടി ദേവപ്രസാദ്? എനിക്കങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം തിരിച്ചടിക്കുമെന്നോ ആക്രമിക്കുമെന്നോ ഭീതിയില്ലാതെ കടന്നാക്രമിക്കാൻ പറ്റുന്ന ഒരു കൂട്ടമാണ് ക്രൈസ്തവ വിശ്വാസികൾ. അതും വൈദികരെ ആയാലും കന്യാസ്ത്രീകളെ ആയാലും ആരെ ആക്രമിച്ചാലും അവരെ തിരിച്ചടിക്കാനോ TV നിലയത്തിന് തീ വെക്കാനോ ഒന്നും പോവുകയുമില്ല. അതുകൊണ്ട് തന്നെ ഇവരാരും ഇത് നിർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നത്തെ ഈ വിധി വരുന്ന പശ്ചാത്തലം തന്നെ ഒന്ന് ഓർത്ത് നോക്കുക. എല്ലാ ചാനലുകളിലും സഭയ്ക്കെതിരെ ആഞ്ഞടിക്കാൻ എത്ര പേരാണ് ഒരുങ്ങിയിരുന്നത്? എത്ര പേരാണ് പെട്ടെന്ന് സങ്കടത്തോടെ ഇറങ്ങി വരുന്ന ഒന്നും പറയാൻ സാധിക്കാതെ. അത് തന്നെ അല്ലെ ഈ സഭയുടെ ശത്രുക്കളുടെ കോടാലിക്കൈകളായി മാറാൻ സഭയിൽ നിന്ന് തന്നെ കുറെ ആൾക്കാരെ അവർ കിട്ടിയിട്ടുണ്ട്. അവര് വലിയ യേശു വിശ്വാസമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സഭയെ ഉപദ്രവിക്കത്തക്ക ഒത്തിരി കാര്യങ്ങൾ ചാനലിലിരുന്ന് പറയും. കേൾക്കുമ്പം ഇമ്പകരമായി തോന്നും. ഒരു പക്ഷേ ഈ 2018 ആരംഭിച്ച ഈ കേസിലൂടെ യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള പലരെയും പോലും തെറ്റിദ്ധരിപ്പിക്കാൻ ഈ
കോടാലി കൈകളായി പ്രവർത്തിച്ചവർക്ക് പോലും സാധിച്ചിട്ടുണ്ട്. കാരണം അത്ര ഹൃദയസ്പൃക്കായും അല്ലെങ്കിൽ ആത്മാർത്ഥമെന്ന് തോന്നുന്ന രീതിയിലൊക്കെയാണ് അവര് സംസാരിച്ചത്. നമുക്കറിയാം ഈ കേസിന്റെ വിധിയിലേക്ക് വന്നപ്പം പല ജഡ്ജിമാരും അല്ലെങ്കിൽ മുൻ ജഡ്ജിമാരും ഒക്കെ ആയിട്ടൊക്കെ വ്യക്തിപരമായ സംഭാഷണത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഒരു അഡീഷണൽ സെഷൻസ് ജഡ്ജിന് ഇത്രയും മാധ്യമ ചർച്ച നടക്കുന്ന ഒരു സ്ഥലത്ത് അതിനെതിരായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ നിന്ന് കേസ് മാറ്റുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ ചില പരിചയമുള്ള ചില വ്യക്തികളുണ്ട്. കാരണം ഇതുപോലെ മാധ്യമങ്ങൾ ഇങ്ങനെ കടന്ന് ആക്രമിക്കുമ്പോൾ അതിനെതിരെ അതുകൊണ്ട് ഈ തീരുമാനം എടുത്ത ജഡ്ജിയെ ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ, അദ്ദേഹത്തിന് ബോധ്യം വന്ന സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ അദ്ദേഹം തന്റെ ഇടം കാണിച്ചു. ഇത് ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ തരുന്ന ഒരു കാര്യം. നമുക്കറിയാം ഈ കേസിൽ 83 സാക്ഷികളുണ്ടായിരുന്നു. ഒരു കർദിനാള്, 3 മെത്രാന്മാര്, 11 വൈദികര്, 22 കന്യാസ്ത്രീകള്. സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം കോടതിയിൽ പോയി മൊഴി കൊടുത്ത ഒരു സംഭവമാണിത്. ഇതിൽ ആരും പ്രോസിക്യൂഷൻ പറഞ്ഞതിൽ നിന്ന് അല്ലെങ്കിൽ അവർ നേരത്തെ പ്രോസിക്യൂഷനോട് പറഞ്ഞതിൽ നിന്ന് മാറ്റി പറഞ്ഞില്ല. ഇതെല്ലാം കൂലങ്കഷമായി പരിശോധിച്ചതിന് ശേഷമാണ് ഈ ജഡ്ജി പറയുന്നത് പിതാവിനെതിരെ ഉയർത്തിയ 7 ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്നോ അല്ലെങ്കിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ലോ എന്നും അതുകൊണ്ട് പിതാവ് കുറ്റവിമുക്തനാണെന്നും പറയുന്നത്. അപ്പൊ ഓർത്ത് നോക്കുക, ഈ ജഡ്ജി വെറുതെ ഒരു ഇതുപോലെയുള്ള വിവാദമായ ഒരു കേസിൽ വിധി പ്രഖ്യാപിക്കുമ്പോൾ വെറുതെ വന്നിരുന്ന ഒരു വിധി പ്രഖ്യാപിക്കാൻ പറ്റില്ല. സ്വാഭാവികമായും വലിയ സ്ക്രൂട്ടണി ഉണ്ടാവും നമുക്കറിയാം. ഇപ്പൊ നമുക്കറിയാം അഭയ കേസിന്റെ വിധി വന്നപ്പം ഹൈക്കോടതിയിൽ ഒരു മുൻ ജഡ്ജി തന്നെ ആ വിധിയുടെ ഫാലസികൾ മുഴുവൻ, അതിനകത്ത് വീഴ്ചകൾ മുഴുവൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലേഖനം എഴുതി. എന്തുകൊണ്ടാണ് ജഡ്ജി അങ്ങനെ എഴുതി? പക്ഷെ അദ്ദേഹത്തോട് നമുക്കറിയാം ഇങ്ങനെ ഒരു മാധ്യമ സംസ്കാരം ഉള്ളപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാധ്യമ പീഡനം ഉള്ളപ്പം ഒരു ജഡ്ജിക്കും തന്റെ ഇടത്തോടെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല എന്ന് കരുതുന്ന ഒത്തിരി ജഡ്ജിമാർ പോലും ഉണ്ട് നമ്മുടെ ജുഡീഷ്യറിയിൽ. കാരണം അത് അവര് മനുഷ്യരാണല്ലോ. പക്ഷെ ഏതായാലും ഇവിടെ ഈ ജഡ്ജി വളരെ തന്റെ ഇടത്തോടെ ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം എടുത്തത് ജസ്റ്റിൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അല്ലെങ്കിൽ ജോർജ് പറഞ്ഞതുപോലെ നമുക്കറിയാം ഒരു പ്രോസിക്യൂഷൻ സാക്ഷിയും ഹോസ്റ്റലായി മാറിയിട്ടില്ല, എതിർപക്ഷം ചേർന്നിട്ടില്ല. അത് തന്നെ അദ്ദേഹം പണം മുടക്കി ആരെയും മാറി, ഇങ്ങനെയാണ് ഈ ജഡ്ജിമാർ ഇവരെയൊക്കെ മാറ്റാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവരോടൊക്കെ പറയാറുണ്ട്. അവരൊക്കെ പ്രോസിക്യൂഷനോട് പറഞ്ഞ് അവരുടെ കണ്ടെത്തലുകൾ തന്നെ അവർ കോടതിയിലും പറഞ്ഞു. അതിൽ നിന്ന് പിതാവ് ഈ കുറ്റം ചെയ്തതായി അനുമാനിക്കാൻ കോടതിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു ഇവരുടെ ഈ മാധ്യമങ്ങളുടെ ഒരു ലക്ഷ്യം എന്തായിരുന്നു? നമുക്കറിയാമല്ലോ, ആ മാധ്യമങ്ങളുടെയൊക്കെ അവർ തന്നെ പറഞ്ഞില്ല ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഇന്ന ആളുണ്ട് അവരൊക്കെ പറയാനിരുന്ന അവരാരും ഒന്നും പറയുന്നില്ല. എന്നിട്ട് പറയാം അവസാനം കണ്ണുനീരോടെ കർത്താവിന്റെ മണവാട്ടികൾ. കോടതിയിൽ പോയവർ എന്തിനാ കോടതിയിൽ പോയത്? കോടതിയിൽ നീതി കിട്ടുമെന്ന് ഓർത്താ അല്ലേ? കോടതിയിൽ നിന്ന് കിട്ടുന്ന നീതി അല്ലെന്ന് പറഞ്ഞ് ഇനിയും കരുണീരോട് ഇനി അടുത്ത കോടതിയിൽ പോവാം. പക്ഷെ ഇതിനൊക്കെ എവിടെ നിന്നാണ് പണം കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സഭയിലെ കന്യാസികളൊന്നും ദാരിദ്ര്യഹൃതം ഒക്കെ നേർന്നിട്ടുള്ള ആൾക്കാർ എങ്ങനെ ഈ ഇത്രയും വലിയ പണം ചെലവുള്ള ഈ കേസിന് തന്നെ നമുക്കറിയാം 3 വർഷമായിട്ട് നടക്കുക. 18-3-21 വർഷമായി. 3 വർഷമായി ഇതിന് ചെലവുണ്ട്, ചെലവുണ്ട്. ഇതെല്ലാം ഇവിടെ നിന്ന് കിട്ടും. ഇതൊക്കെയാണ് എനിക്ക് ഒരു വിശ്വാസം എന്നുള്ള എന്നെ സംബന്ധിച്ച് ആകുലപ്പെടുന്നത്. പക്ഷെ ഈ കേസിൽ പിതാവ് ജയിച്ചു. അല്ലെങ്കിൽ പിതാവിനെ കുറ്റവിമുക്തനാക്കി. പിതാവിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും തെളിയിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനെതിരെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ മാധ്യമങ്ങളിൽ പടയോട്ടം തുടങ്ങിയിട്ടുണ്ട്. ജഡ്ജിക്കെതിരെയോ അല്ലെങ്കിൽ ജഡ്ജിക്ക് എതിരെ പറയാവുന്ന രീതിയിലൊക്കെ പലരും മുമ്പോട്ട് വന്നിട്ടുണ്ട്. കാരണം അവരാരും പ്രതീക്ഷിച്ചതുപോലെ സഭയെ ആക്രമിക്കാൻ അവർക്ക് ഒരു സാധ്യത കിട്ടിയില്ല. നേരെ മറിച്ച് ഇന്ന് അദ്ദേഹം മറിച്ചൊരു വിധിയായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ ഒരു വലിയ ആഘോഷം പരിപാടികളും ഒക്കെ. ഈ കാര്യത്തില് ഇപ്പം ജസ്റ്റിൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കോടതിക്ക് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, കൈരളി ചാനലിന് വേണ്ടി അഭിലാഷ് നടത്തിയ ഒരു ഇന്റർവ്യൂവില് അവർ സത്യം പറഞ്ഞു. ആ സത്യം റിപ്പോർട്ടർ ചാനൽ അത് സത്യം പറഞ്ഞു. ആ സത്യം പറഞ്ഞത് കോടതിക്ക് മനസ്സിലായ സത്യമാണെന്ന്, കോടതിക്ക് അത് ബോധ്യം വന്നു സത്യമാണെന്നുള്ളത്. പിന്നീടുണ്ടായ കഥകളെ കുറിച്ചൊക്കെ അതേ വിശ്വാസത്തോടെ എടുക്കാൻ സാധിക്കാത്തതുപോലെ ബോധ്യം വന്നിരുന്നു അത്. അപ്പൊ ഇതാണ് സത്യത്തിന് രക്ഷപ്പെടാൻ ഒരു വഴി ദൈവം കണ്ട. അതുകൊണ്ടായിരിക്കും പിതാവ് പറഞ്ഞത് ദൈവത്തിന് സ്തുതി എന്നുള്ളത്. പിതാവ് അതാ പറഞ്ഞത് ദൈവത്തിന് സ്തുതി. കാരണം സത്യം സാധാരണ രീതിയിൽ ഒരുപക്ഷെ പിതാവ് ജയിലിൽ പോകാൻ തയ്യാറായിട്ടായിരിക്കണം കോടതിയിലേക്ക് പോയെന്ന് ഞാൻ കരുതുന്നത്. കാരണം അത്ര ഒരു മാധ്യമ ഹൈപ്പാണ് നമ്മളിവിടെ ഉണ്ടായിരുന്നത്. മാധ്യമങ്ങളെല്ലാം കൂടെ പിതാവിനെ കുറ്റക്കാരനാക്കി. മാത്രമല്ല ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർ പോലും പലരും ഈ തീയില്ലാതെ പുകയുണ്ടാവുമോ ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഉള്ള ഒരു ചിന്തയിലൂടെയൊക്കെ പിതാവിൽ സംശയം ഉണ്ടാക്കാൻ, സഭയിൽ സംശയം ഉണ്ടാക്കാൻ, അതിന്റെ മരുന്നിലൂടെ എല്ലാ അച്ഛന്മാരും ഇങ്ങനെയാണ്, എല്ലാ മെത്രാന്മാരും ഇങ്ങനെയാണ്, എല്ലാ കന്യാസികളും ഇങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. ഇങ്ങനെ ഈ സഭയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം
അടിസ്ഥാനരഹിതമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറയുന്നതിൽ ഇങ്ങനെ പറയുന്ന എല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ചോദിച്ചാൽ വേറെ സംഭവങ്ങൾ നമുക്കറിയാലോ, വിദേശത്തൊക്കെയുള്ള പല സംഭവങ്ങളും നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു മാസ് അറ്റാക്ക്, കൂട്ടായ ആക്രമണത്തിൽ നിന്ന് സഭ രക്ഷപ്പെടുകയാണ് വാസ്തവത്തിൽ ഈ വിധിയിലൂടെ ഉണ്ടായത്. ഈ വിധി പുറപ്പെടുവിച്ച ജഡ്ജി അസാധാരണമായ ധൈര്യമുള്ള, നീതിബോധമുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഇതുപോലെ ഇപ്പം അദ്ദേഹത്തിനെ വെറുതെ ഈ മാധ്യമ ഇപ്പം ഇതിനകത്ത് അദ്ദേഹത്തിന് എഴുതുന്നതിനകത്ത് എന്തെങ്കിലും അപാകതകളുണ്ട്, ഹൈക്കോടതി ചെല്ലുമ്പോൾ തള്ളിപ്പോക്കോളും. അങ്ങനെ വേണ്ട അദ്ദേഹത്തിന് കരുതാമായിരുന്നു. പക്ഷെ അദ്ദേഹം തന്റെ ഇടത്തോടെ തനിക്ക് ബോധ്യം വന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു. ഇവിടെ വേണ്ടത് മാധ്യമങ്ങൾ മാപ്പ് പറയുക. മാധ്യമങ്ങൾ മാപ്പ് പറയുക. ഈ പിതാവിനെ കുറിച്ച് എന്തെല്ലാം അവർ പറഞ്ഞു, ഈ പിതാവിന്റെ ജീവിതത്തെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു, അവരുടെ കച്ചവടം കൂട്ടാൻ വേണ്ടി അവരുണ്ടാക്കിയ ഹൈപ്പുകളാണ്. ഇനിയും ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ, ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അവരിനി ഇത്തരം പണികൾ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അത് കാണാനും ഒത്തിരി ആളുണ്ടാവും. കാണാനുള്ള ആൾക്കാർ ഉള്ളിടത്തോളം കാലം അവർ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അല്ലാതെ ചോദിച്ച പോലെ ഇങ്ങനെ ഇതുകൊണ്ട് ഞങ്ങൾ കാണിച്ചത് തെറ്റിപ്പോയല്ലോ എന്നൊരു കുറ്റബോധം അവർക്ക് തോന്നിയാലോ, ഞങ്ങൾ കാണിച്ചത് തെറ്റി, ഈ വീണാലും കൈ മുകളിലായിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു ന്യായീകരണം ഇനി വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതായാലും ഇപ്പം അവർ നോക്കിയിരിക്കുന്നത് കന്യാസ്ത്രീകളെ വലിയ സഹാനുഭൂതി ഉണ്ടാക്കാൻ. എന്നെ കണ്ണീരോടെ കർത്താവിന്റെ മണമാട്ടി. എന്തിനാ കണ്ണുനീരോടെ കർത്താവിന്റെ മണമാട്ടി അവർ പോകുന്നു? നീതി കോടതിയിൽ നിന്ന് നീതി കിട്ടിയെന്നൊരു ബോധ്യമില്ലെങ്കിൽ ഇപ്പൊ അടുത്ത കോടതിയിലേക്ക് അതല്ലേ അവർ കാണിച്ചത്. സഭയെ പൗലോസ്ലീഹ പറയുന്ന പോലെ നിങ്ങളുടെ ഇടയിൽ ഈ കാര്യങ്ങൾ തീർപ്പുണ്ടാക്കാൻ സാധിക്കുന്നവരുണ്ടായിരുന്നല്ലോ, അവരെ സമീപിച്ചോ? ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറയും, അവരെ പഠിച്ചു. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന അധികൃത സ്ഥാനങ്ങളിൽ നിന്ന് അവര് ശ്രമിച്ചോ? എനിക്കറിയില്ല എന്റെ അത്രയും ഡീറ്റെയിൽസ് ഒക്കെ. അവർ പറയുന്നത് നമുക്കിപ്പോ വിശ്വസിക്കാനും പറ്റില്ല. ഈ പറയുന്നതെല്ലാം ഒരു പക്ഷേ കെട്ടിപ്പൊക്കിയ അല്ലെങ്കിൽ ചില ശത്രുക്കളെ ലക്ഷ്യം വെച്ചുണ്ടാക്കിയ ആക്രമണങ്ങളാണെന്നൊക്കെ മനസ്സിലാക്കാനാണ്, അല്ലെങ്കിൽ അങ്ങനെ ന്യായീകരിക്കാനാണ് ഇപ്പം കൂടുതൽ കാരണം വന്നിരിക്കുന്നത്. കാരണം ഒരു ജഡ്ജി ഇത്രയും 83 പേരിൽ 39 സാക്ഷികളെ വിസ്തരിച്ചു. ആ സാക്ഷികളുടെ എല്ലാ മൊഴികൾ രേഖപ്പെടുത്തി, ഇതെല്ലാം പരിശോധിച്ചു. പ്രോസിക്യൂഷൻ കൊടുത്ത എല്ലാ എവിഡൻസും പരിശോധിച്ചതിന് ശേഷം പിതാവിനെ കുറിച്ച് ഉന്നയിച്ചിരിക്കുന്ന 7 ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ്, അല്ലെങ്കിൽ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കൊടുത്ത തെളിവ് കൊണ്ട് സാധ്യമായിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ തോറ്റത് സത്യം പറഞ്ഞാൽ പിതാവിനെ കുറ്റവാളിയാക്കിയവരാണ്. പിതാവിനെ കുറ്റവാളിയാക്കിയവരാണ്. അതിന് പിതാവിന്റെ ഒരു ഇമേജ്, പ്രതിച്ഛായ സമൂഹത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ച മാധ്യമങ്ങളാണ്. പക്ഷെ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് നമുക്കാരും ശത്രുക്കളില്ല. അവർക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ, അവര് സത്യം മനസ്സിലാക്കട്ടെ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി. ഞാൻ ഒരു സംഭവം കൂടി പറഞ്ഞു പൂർത്തിയാക്കാം. അതായത് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ വലിയ ആരോപണങ്ങൾ വന്ന ആ അവസരത്തില് പനക്കലച്ചൻ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പനക്കലച്ചൻ പറഞ്ഞു, ഞങ്ങൾക്ക് എതിരെ കല്ലുകൾ എറിയുന്നവരോട് ഞങ്ങൾക്ക് ഒരു പരിഭവവും ഇല്ല. ആ കിട്ടുന്ന കല്ലുകളെല്ലാം ഞങ്ങൾ കർത്താവിന്റെ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും, അവർക്ക് മാനസാന്തരം ഉണ്ടാവണം. ഡിവൈനെ കുറിച്ച് ഞാൻ എഴുതിയ ചരിത്രത്തിൽ ഞാൻ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് രാത്രിയിൽ ഒരു 12 മണി കഴിഞ്ഞപ്പോൾ ഒരാൾ പനക്കലച്ചനെ വിളിച്ചു. തൃശ്ശൂർ റിപ്പോർട്ടറാണ്. അച്ഛാ, പത്രക്കാർ മാനേജ്മെന്റ് പറഞ്ഞിട്ട് ചെയ്യുന്നതാ, എന്നെ ശപിക്കരുത്. അച്ഛൻ പറഞ്ഞു, എന്റെ മാനെ എനിക്ക് ഒരു ശാപവും ഇല്ല, നീ എഴുതിക്കോ, കർത്താവ് ഞങ്ങളെ രക്ഷിക്കും. ഡിവൈനിൽ അതല്ലേ സംഭവിച്ചത്. അപ്പം സഭയെ സംബന്ധിച്ച് സഭയുടെ രക്ഷ ദൈവത്തിൽ നിന്നാണ്. അതാണ് ബിഷപ്പ് ഇന്ന് കോടതി പറഞ്ഞത്. ദൈവത്തിന് സ്തുതി. അത് തന്നെയാണ് ബിഷപ്പ് പിന്നീട് ചെയ്തത്. ക്രിസ്ത്യനിൽ പോയി അദ്ദേഹം ദൈവത്തിന് സ്തോത്രഗീതം പാടി ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇതാണ് സഭയുടെ മാതൃക. അതുകൊണ്ട് എത്ര മാധ്യമങ്ങൾ ആക്രമിച്ചാലും നമ്മളെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതിന്റെ കൂടി ഒരു തെളിവാണ് ഫ്രാങ്കോ കേസിൽ, അല്ലെങ്കിൽ ഈ അപവാദ കേസിൽ ഉണ്ടായിരിക്കുന്ന കോടതി വിധി. ഇപ്പോൾ പൂഞ്ഞാർ മുൻ MLA ശ്രീ PC ജോർജ് നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ PC ജോർജ്, താങ്കൾ ഈ ഒരു വിധി പ്രസ്താവം താങ്കൾ വാർത്താമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ട്. ഈ ഫ്രാങ്കോ പിതാവിനെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് പിതാവിനെ ജയിലിൽ പോയി, അങ്ങ് MLA ആയിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ പോലും പിതാവിനെ ജയിലിൽ പോയി പിന്തുണ അറിയിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. അതിനെക്കുറിച്ചൊക്കെ താങ്കൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആ കാലഘട്ടത്തിൽ ഉയർന്നിരുന്നു. അന്ന് താങ്കൾ അറിയിച്ച ആ പിന്തുണയ്ക്കുള്ള കാരണം എന്താണെന്ന് വ്യക്തമാക്കുന്നതല്ലേ ഇന്ന് കോടതി പുറപ്പെടുവിച്ച ഈ വിധി പ്രസ്താവം? ശ്രീ PC ജോർജ്. ഫ്രാങ്കോ പിതാവിന് അനുകൂലമായി തന്നെ ഞാൻ പറഞ്ഞത്. ഫ്രാങ്കോ പിതാവും ഒരു ഉടുപ്പിട്ട കന്യാസ്ത്രീ വേഷധാരിയായ ഒരു സ്ത്രീയും തമ്മിലുള്ള തർക്കത്തിൽ സത്യമെന്ത് ശരിയെന്ത് എന്ന് വളരെ വിശദമായി അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഫ്രാങ്കോ പിതാവ് നിരപരാധിയാണെന്ന് ഔദ്യോഗികമായിട്ട് ഞാൻ പറയുകയാണ് ചെയ്തത്. അല്ല, ഞാൻ സൈഡ് പിടിച്ചതല്ല. എനിക്ക് പിതാവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാനിത് ഇടപെടാതിരുന്ന ഒരാളാണ്. ഈ ഒരു പിതാവും കന്യാസ്ത്രീയായിട്ടുള്ള തർക്കം എന്തെങ്കിലും മിണ്ടണ്ട എന്ന് വിചാരിച്ചാൽ അത് എനിക്കറിയത്തില്ല. കന്യാസ്ത്രീ എന്താണെന്നോ
പിതാവിനെ പറ്റി അറിവില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ കേസ് മൂത്ത് നിൽക്കുന്ന പിതാവിനെ അറസ്റ്റ് ചെയ്യുന്നതിനൊക്കെ തൊട്ട് മുമ്പ് രാവിലെ എൻ്റെ വീട്ടിലേക്ക് ഒരു ഫോൺ വരുന്നു. ഞാൻ എടുത്തപ്പോൾ ആള് ചോദിച്ചു, നിങ്ങൾ വലിയ പൊതുപ്രവർത്തകനും സത്യത്തിന് വേണ്ടി നിൽക്കുന്നതിനെന്നൊക്കെയാണല്ലോ പ്രസംഗം. ഞാൻ വിചാരിച്ചത് എനിക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ, പിന്നെ അയാൾ പറഞ്ഞു, ഒരു പാവപ്പെട്ട കത്തോലിക്ക പുരോഹിതനെ കൊണ്ടുവന്ന് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഹരാസ് ചെയ്യുകയാണല്ലോ, അങ്ങനെ നിരപരാധിയല്ലേ, നിങ്ങളെന്തെങ്കിലും ഇടപെടാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, താനാരാ? അപ്പൊ അയാൾ പറഞ്ഞു, ഒരു കാര്യം കൂടെ പറയാം, ഈ സ്ത്രീ കൊടുത്ത FI സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മേടിക്കണം. എന്നോട് പറയാം, ആധികാരികമായിട്ട് അവൻ പറഞ്ഞു. അത് ഇനി FIR രണ്ടും മേടിച്ച് വായിച്ചാൽ സത്യം മനസ്സിലാവുന്നു. എന്നിട്ട് ഇവൻ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ആ സ്റ്റേഷനിലെ ക്രിസ്ത്യാനിയായ പോലീസുകാരനാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. ഇത് പിടിക്കാൻ മാർഗമില്ല. ഞാനിതിൽ വിളിച്ചത് അന്വേഷിച്ചപ്പോൾ കടുത്തുരുത്തിൽ ഒരു പൊതു ഫോൺ സ്ഥലമുണ്ടല്ലോ, അവിടുന്ന് വിളിച്ചിരിക്കുന്നു. ഏതായാലും ആട്ടെ. അപ്പൊ തന്നെ കുറഞ്ഞ സ്റ്റേഷനിലേക്ക് സബ് ഇൻസ്പെക്ടർ വിളിച്ചു. ഞങ്ങളൊരു മാന്യനായ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. എനിക്ക് ഇത് FIR FI സ്റ്റേറ്റ് വേണം തരാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാൻ വിവരാവകാശ കത്ത് തരികയാണെന്ന് പറഞ്ഞു. അപ്പൊ MLA ആണല്ലോ, വേണ്ട ഉടനെ ഒരു കത്ത് തന്നേക്കാന്ന് തോന്നി. ഞാൻ ആളെ വിട്ടു, ഉടനെ തന്നു. ഞാനത് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ചപ്പോ എന്റെ കണ്ണ് തള്ളിപ്പോയി. ഇത് അന്വേഷിക്കാതിരുന്ന് തെറ്റാണെന്ന് എന്റെ മനസാക്ഷി പറഞ്ഞ് വേദനിച്ച സമയം ഇത് വായിച്ചപ്പം. FI സ്റ്റേറ്റ്മെന്റിൽ ഈ സ്ത്രീ ഒരിക്കലും ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. പിതാവിനെ പറ്റി പരാതി പറഞ്ഞിരിക്കുന്നത് പിതാവ് 7 ഏക്കറിന് മുകളിലുള്ള കന്യാസ്ത്രീ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പിതാവ് താമസിക്കുന്നു എന്ന് പറയുന്ന 7 ഏക്കർ താഴത്തെ ഗസ്റ്റ് ഹൗസിൽ ചെന്ന് രാത്രി 10:45 ഈ കന്യാസ്ത്രീ അവിടെ ചെന്നു. അപ്പോ പിതാവ് അല്ലാതെ ബലാത്സംഗം ഇല്ല. FI സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും കാണിക്കാം. ഉടനെ തന്നെ FIR എടുത്ത് വായിക്കുക. FIRൽ 13 പ്രാവശ്യം ബലാത്സംഗം ചെയ്യുന്ന എഴുതി വെച്ചിരിക്കുന്നു. ഇത് പോയി. അപ്പൊ അത് ഇങ്ങനെ ഞാൻ ഉടനെ ഈ SI വിളിച്ചു. SI പറഞ്ഞു, ഞാനല്ല CA ആണ് നോക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്ന മെഡിക്കൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ മാറുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഉടനെ മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഏറ്റവും വലിയ പ്രഗത്ഭയായ ഗൈനക്കോളജി ഡോക്ടർ അവരെ വിളിച്ചു. അവരിപ്പോ പെൻഷനായിട്ടുണ്ട്. അവര് പറഞ്ഞു, സാറെ തെറ്റിദ്ധരിക്കരുത്, ആ സ്ത്രീ പറഞ്ഞ് ഒരു നിസാര കാര്യം ആ ഭാഗത്തുണ്ടായുള്ളൂ. പക്ഷെ ഞാൻ പരിശോധിച്ചപ്പോ പച്ചമലയാളത്തിൽ പറഞ്ഞാലോ സ്ത്രീകളെ പോലെയാണ്, മതിയല്ലോ, അതുകൊണ്ട് പറയണ്ടല്ലോ, മനസ്സിലായല്ലോ. എന്റെ ദൈവം തമ്പുരാനെ. അപ്പൊ പോലീസിന് പിന്നെ എന്നെ ചെയ്യാൻ പറ്റും? FI സ്റ്റേറ്റ് എടുത്തുകൊണ്ട് പോയില്ലേ? FIR തിരുത്തി FIR പുതുതായിട്ട് എഴുതി 13 പ്രാവശ്യം ബലാത്സംഗം. 13 പ്രാവശ്യം ബലാത്സംഗം ചെയ്താൽ ഇതുപോലെ ആകല, അത്ര പരുവ. ഒന്ന് ആലോചിച്ച്. ഒരു വൈരാഗ്യത്തോടുകൂടി പിന്നെ കേസ് ക്രിയേറ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഇത് കളവാണ് എന്ന് ബോധ്യപ്പെട്ട്, തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് നിരപരാധിയായ ഒരു വൈദികനെ ഹരാസ് ചെയ്യാണ്. ഇത് അനുവദിക്കാൻ പാടില്ല. ഞാൻ വിനയത്തോട് പറയട്ടെ, കത്തോലിക്ക പുരോഹിതനായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഞാൻ പ്രതികരിക്കായിരുന്നു. ഒരു ഹൈന്ദവ പുരോഹിതനെയോ ഒരു ഇസ്ലാം പുരോഹിതനെയാണ് പോലീസ് ഇങ്ങനെ വൃത്തികൾ കാണിച്ചതെങ്കിൽ ഞാൻ പ്രതികരിക്കും ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു. ഞാൻ സ്റ്റേഷൻ വരെ കയറി ചെന്നേക്ക് തൂക്കടി ഞാൻ തീർത്തേനെ. ഇത് ഞാനൊരു കത്തോലിക്കനായതുകൊണ്ട് ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ മേലാത്തതുകൊണ്ട് പരിധി ഉള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാകുന്നത്. എങ്കിലും ജനങ്ങൾ സത്യം അറിയിക്കണമെന്ന് പറഞ്ഞു. എന്നെ ആയിരുന്നു കല്ലേറി എനിക്കിട്ട്. ഇവനെ എറിഞ്ഞവന്റെ ഒക്കെ കൈ എവിടെ പോയി? ഇപ്പോ ഒരുത്തനെ കാണാനില്ലല്ലോ. ചാനലുകാരൻ ആഘോഷിക്കുകയല്ലായിരുന്നോ ഈ സ്ത്രീയുടെ കാര്യം പറഞ്ഞ്? ആ സ്ത്രീയുടെ ഒരു സ്ത്രീകളെ മോശപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് പറയുന്നു. ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു, ആ സ്ത്രീ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിന്റെ വിശാംശമൊക്കെ ഞാൻ കിടക്കുന്നില്ല. ഒന്നാലോചിച്ച് എന്തോ ഒരു സങ്കടകരമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒരു പുരോഹിതനായിട്ടുള്ള ആളെ പറ്റി ഇത്രയും അവഹേളിക്കുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൂട്ടിരിക്കുക. എനിക്കിന്ന് അത്ഭുതം തോന്നുന്നത്, ആ സെഷൻ ജഡ്ജിയാണ്. അദ്ദേഹം വിധി പറഞ്ഞു കഴിയുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരായ ഹരിശങ്കർ എന്ന് പറഞ്ഞ വിവരദോഷി അയാൾ പറഞ്ഞത് കേട്ടായിരുന്നു. ഞാൻ കേസ് ചോദ്യം ചാർജ് ചെയ്തതാണ്, വെറുതെ വിട്ട് ശരിയായില്ലെന്ന്. വെറുതെ വിട്ടത് ശരിയായില്ലെന്ന് പറഞ്ഞ ഈ തന്നെ അവകാശം പോലീസുകാരാണോ നിശ്ചയിക്കുന്നത്? അത് ആ വൃത്തികെട്ടവരുണ്ടാക്കിയ കള്ളക്കേസ് പൊളിച്ചു പോയി എന്ന് അർത്ഥം അതല്ലേ? അവൻ കള്ളക്കേസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് തെളിവുണ്ടാക്കിയതാണ്, എന്നിട്ട് ശിക്ഷിച്ചില്ലല്ലോ എന്ന ദുഃഖമാണ് ആ വിവരം കേട്ട പോലീസ് ഓഫീസറുകൾ. ഇവരൊക്കെ IPS കൊടുത്ത ആരുടെ ദൈവം സഹതാപം തോന്നുന്നുണ്ട്. അവൻ പറയുക കോടതിയെ കുറ്റപ്പറ്റി കോടതി കേസ് ഫയൽ ചെയ്യേണ്ട ആയിക്കിട്ട് മര്യാദല്ലേ പറഞ്ഞത്. കോടതി വിധി പറഞ്ഞാൽ കോടതി വിധിയെ
വിമർശിക്കാൻ അവകാശമുണ്ട് പൗരന്. പക്ഷേ കേസുകാർ ഉദ്യോഗസ്ഥൻ വിമർശിച്ചാൽ എങ്ങനെ ഒക്കുന്നേ? മര്യാദയല്ലേ കാണിച്ചത്? അവന് പേര് കോട്ട ലക്ഷത്തിൽ കേസ് ഫയൽ ചെയ്യേണ്ടതാ. അത് മറ്റു നടപടികളിലേക്ക് പോകുന്നുണ്ട്, അല്ലേലും പോകുന്നുണ്ട്. ഈ നിരപരാധി ഇതുപോലെ ക്രൂശിച്ചതിന് ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? ഉത്തരവാദിത്വം പറയണം? ആരൊക്കെ ഇതിന് പുറകെ കളിച്ച് എല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പരസ്യമായിട്ട് ഇപ്പൊ പറയുന്നില്ല. ഇവനെയൊക്കെ നിയമത്തിന് കോടതി മിന്നൽ കൊണ്ടുവന്ന് നിർത്തി ഉത്തരം പറയിക്കാതെ PCOയിൽ പോകുമെന്ന് ഇവനൊന്നും ഓർക്കണ്ട. പിന്നെ എന്നോട് ഷക്കീനെ ചോദിച്ചത് പിതാവിനെ കോടതി ജയിലിൽ പോയി കണ്ടെത്തുന്നത്, അത് എന്റെ സ്വാതന്ത്ര്യമല്ലേ? നിരപരാധിയായ ഒരു പുരോഹിത ശ്രേഷ്ഠൻ ജയിലിൽ കിടക്കുമ്പോൾ ജയിലിൽ പോയി കണ്ടില്ലെങ്കിൽ ഞാൻ മനുഷ്യനാണോ? ആ ജയിലിൽ ഹരാസ്മെന്റ് ഉണ്ടെങ്കിൽ അനുവദിക്കാൻ കഴിയില്ല, അതിനുവേണ്ടിയാ പോയത്. മാത്രമല്ല അവിടെ ആ ജയിൽ സൂപ്രണ്ട് വളരെ മാന്യനായ ഉദ്യോഗസ്ഥരാണ്. അവിടെ വെച്ച് നല്ല ജുബായും അതുപോലെ തന്നെ ടർക്കിയും ഒക്കെ ഞാൻ മേടിച്ചുകൊണ്ട് കൊടുത്തു. പിതാവിന്റെ കൈമുത്തി അവിടെ വെച്ച് ഞാൻ, കാരണം പിതാവായിട്ട് തന്നെ ഞാൻ കരുതുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് ഇത് ക്ഷമിക്കാവുന്ന കാര്യമല്ല, ഒരു കാരണവശാലും ക്ഷമിക്കാനും കഴിയില്ല. നിരപരാധിത്വം തെളിഞ്ഞത് ഇത് ഈ പത്രക്കാരെല്ലാം കൂടെ കൂടിക്കൊടുത്തു. പത്രക്കാർ ബഹുഭൂരിപക്ഷം നിരപരാധികളാണ്. കുറെ കള്ളന്മാരെ ഈ കാശ് കൊടുത്ത് ചാക്കിട്ട് പിടിച്ചു, കാരണം പത്രക്കാരെ കുറെ കള്ളന്മാർ. ആ കള്ളന്മാരെല്ലാം കൂടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള പത്രക്കാരും കൂടെ നിരപരാധികൾ കൂടെ ആ കൂടത്തിൽ കൂടി നാറി നശിച്ചു. ഇന്ന് നമ്മളെ ഈ കേരളത്തിൽ ഒരു ഒരു പ്രസ് കോൺഫറൻസ് ഞാൻ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, എന്ത് നമ്മുടെ പത്രക്കാർക്ക് അവിടെ ഉണ്ടോ? എല്ലാം ഇഞ്ചി തന്ന കുരങ്ങനെ പോലെ ഇവിടെ ഇരിപ്പുണ്ട്. ഏത് ഒരു പത്രക്കാരൻ തന്നെ എന്നോട് പറഞ്ഞത്, മനസ്സിലായോ? ഇഞ്ചി തന്ന കുരങ്ങനെ പോലെ ഇരിപ്പുണ്ട്. ഞാൻ എന്നാ പറ്റി വിധി റാങ്കെ വെറുതെ വിട്ട് നമ്മുടെ പത്രക്കാർക്ക് എന്നാ നഷ്ടം എന്ന് ഞാൻ ചോദിച്ചു. ഉടനെ പുള്ളിയുടെ ആ പത്രക്കാരന്റെ മറുപടി, അത് ഇഞ്ചിന്ന് കുരങ്ങിയ പോലെയല്ല, ഇതിന്റെയൊക്കെ ബോബം കോലം കണ്ട ഇതിന്റെയൊക്കെ അപ്പം മരിച്ചു കിടക്കാൻ തോന്നുന്നു പറഞ്ഞു. അപ്പോ നിഷ്പക്ഷമായ പത്രക്കാരുടെ മാനസിക ഏതാ ഒന്ന് ആലോചിച്ച്, പത്രക്കാർ എന്തിനു ഇത്ര വിഷമിക്കുന്നത്? നാറി നശിച്ചില്ലേ? ചാനലിൽ ഇറങ്ങി തിരിച്ചിരിക്കല്ലേ ഫ്രാങ്കോ എന്ന കൊള്ളക്കാരൻ വ്യതിയാരിയെ പിടിക്കാനായിട്ട്? എന്തൊരു ക്രൂരതയാ നിങ്ങൾ ആലോചിച്ച്. ദൈവം വിടുവോ ഇതങ്ങനെ കേസ് തീർന്നു എന്ന് വിചാരിച്ചെന്ന്. പിന്നെ എല്ലാവരും പറഞ്ഞെന്താ, ഇനി ഹരിശങ്കർ എന്ന് പറഞ്ഞ വിവരദോഷം പറയാ അപ്പീൽ കൊടുക്കും. ആ പറയാൻ അപ്പീൽ കൊടുക്കാമല്ലോ. നീ ആർക്കും അപ്പീൽ കൊടുക്കാൻ പാടില്ല, അയാൾ പറയണോ? അതിന് വിരോധമാർക്ക് അപ്പീൽ കൊടുക്കണമല്ലോ, അത് മര്യാദയില്ലേ? പക്ഷെ അയാൾ അറിയണം, വിവരമില്ലാത്ത ഉദ്യോഗസ്ഥൻ തന്നെയൊക്കെ ഈ IPS വന്നവനെ എനിക്ക് പുച്ഛന്നതാ. 37 സാക്ഷികളെ വിസ്തരിച്ചറിയാമോ? ആ 37 സാക്ഷിയും പോലീസ് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. പക്ഷേ ക്രോസ് ചെയ്തപ്പോ അവരൊക്കെ അറിയാതെ സത്യം പുറത്തു പറഞ്ഞു. ഒരു സാക്ഷിയെ പോലും പ്രതിഭാഗം ചേർന്നതായി കോടതിയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെ അപ്പീൽ സ്വീകരിക്കാനാണ്? ഒരു അപ്പീലും കൂടെ ഹൈക്കോടതി നോക്കുന്ന ഫയൽ വരുത്തുകയല്ലേ? പോലീസ് പറഞ്ഞ ബാക്കി സാക്ഷികളെല്ലാം അതേപടി പറഞ്ഞിരിക്കുകയാണ്. മൊഴി ടീഫിൽ എല്ലാം പോലീസ് പറഞ്ഞ പോലെ. പലരോടും ജഡ്ജി തന്നെ സംശയം ചോദിച്ചു, ഇത് എന്തിടപാടാന്ന് ജഡ്ജി തന്നെ ചോദിച്ചു. അപ്പൊ ജഡ്ജി ചോദിച്ചപ്പോൾ സത്യം തന്നെ പുറത്തു വന്നു. ശ്രീ PC ജോർജ്, ഒരു കാര്യം കൂടി. പിതാവിനെതിരെ കുറവിലങ്ങാട് മഠത്തിലെ സന്യാസിനികൾ നടത്തിയ ആ ഒരു സമരത്തിന് പിന്നിൽ ചില തീവ്ര സംഘടനകൾ പ്രവർത്തിച്ചിരുന്നതായുള്ള സംശയം അങ്ങേക്കുണ്ടോ ശ്രീ PC ജോർജ്? ഇത് ആ രൂപതയിൽ പഞ്ചാബിലെ എന്നാ രൂപത, നമ്മുടെ ജലന്ധർ രൂപതയിലുണ്ടായ സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട കേസാണ്. ഫ്രാങ്കോയ്ക്കല്ല ബന്ധം, ഫ്രാങ്കോയ്ക്ക് മുമ്പുള്ള മെത്രാനാണ്. ആ മെത്രാനും ഈ സാമ്പത്തിക കാര്യത്തിൽ ഈ സ്ത്രീയുടെ ജീവിതം വളരെ ദുഃഖത്തിലായിരുന്നു. സ്ത്രീയുടെ അപ്പൻ, ഒരനിയത്തിയും സ്ത്രീയും പിന്നെ ഒരാങ്ങളയും. അവരാ കാലടിയിലെ ഫോറസ്റ്റ് സ്റ്റേഷന്റെ അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് 20-40 സെന്റ് സ്ഥലം ആകപ്പാടെ ഉള്ളത് ഈ കുടുംബത്തിന്. അതിനകത്ത് ഇപ്പൊ വെച്ച് ഈ കെട്ടറ എല്ലാം കൂടെ ഒരു 5-6 കോടിയുടെ ഉണ്ട്. ഇത് എവിടെ നിന്ന് രൂപ? മനസ്സിലായില്ലേ? ഇതൊക്കെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. ആ മെത്രാൻ ചോദ്യം ചെയ്ത് മെത്രാനെ അപമാനിച്ചു. പക്ഷെ ബിഷപ്പ് ഫ്രാങ്കോ വന്നു കഴിഞ്ഞപ്പോൾ ഫ്രാങ്കോ മെത്രാനെ സംബന്ധിച്ചോളം അങ്ങനെ മുന്നോട്ട് വിടാൻ കഴിയാത്തതുകൊണ്ട് അവരെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ കൂടി അനുവാദത്തോടെ അദ്ദേഹം പരാതി കൊടുത്ത് അയച്ചത്. അതിനാണ് ഈ പരുവായിടത്തെ അനുഭവിക്കേണ്ടി വന്നത്. ഏതായാലും ആദ്യത്തെ മെത്രാനോടും ഈ സ്ത്രീ കയർത്തു. ഇനി എന്നോട് കാശിന്റെ കാര്യം ചോദിച്ചാൽ താൻ എന്നെ പിടിച്ചെന്ന് പറയുന്ന മെത്രാനോട് പറഞ്ഞു പോലെ. അതാണ് സംഭവം. ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ കേരളം പോലെ ഒരു സാംസ്കാരിക കേരളത്തിന് അപമാനമല്ല ഈയനം കേസുകൾ. ഈയനം ഉദ്യോഗസ്ഥന്മാരെ മുക്കാലി കെട്ടി അടിക്കണ്ടേ കള്ളക്കേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് എന്താണെന്നറിയാം ഈ കേസിന്റെ കാര്യം? ഇവിടെ ബ്ലാക്ക് മാസ് പറഞ്ഞ ഇടപാടുണ്ട്. ഇംഗ്ലണ്ട് അതിന്റെ കേന്ദ്രമായി മാറിയിരിക്കുക. കേരളത്തിൽ പാലായി പോലും ബ്ലാക്ക് മാസിന്റെ ആളുകളുണ്ട്.
അവര് വിശുദ്ധ കുർബാന തുപ്പുക, ചവിട്ടുക, അത് വലിച്ചെറിയുക, അതായത് യേശുക്രിസ്തു ചീത്ത വിളിക്കുക, ഇതൊക്കെയാണ്. ശ്രീ ജോർജ് കല്ലുവേലിൽ, ഈ വിധിയും ഫ്രാങ്കോ പിതാവിൻ്റെ ഈ ഒരു കേസുമായിട്ടുള്ള ഈ ഒരു ചർച്ചയിൽ നമ്മൾ തീർച്ചയായും പരാമർശിക്കേണ്ടത് 2018 സെപ്റ്റംബർ 8-ാം തീയതി ഹൈക്കോടതി ജംഗ്ഷനിൽ കുറവിലങ്ങാട് മഠത്തിലെ 4 കന്യാസ്ത്രീകൾ ആരംഭിച്ച ആ ഒരു വഞ്ചി സ്ക്വയർ ആ ഒരു സമരമാണ്. നമുക്കറിയാം, ആ സമരത്തിലെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ലഭ്യമാണ്. അതെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ചില തീവ്ര മത നിലപാടുകളുള്ളവരും ചില നിഗൂഢ സംഘടനകളുമൊക്കെ ആ ഒരു സമരത്തെ ഹൈജാക്ക് ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ അതൊക്കെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ ഒരു ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായിട്ടുള്ള ഈ ഒരു കേസിന് പിന്നിൽ ചില നിഗൂഢ ശക്തികളും ചില തീവ്ര മത സംഘടനകളും പ്രവർത്തിച്ചിരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയല്ലേ ശ്രീ ജോർജ് കല്ലുവേലിൽ? ജോജി, അക്കാര്യത്തിലൊരു സംശയിക്കാൻ പോലും ഇല്ലാത്ത പോലെയുള്ള തെളിവുകൾ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വഞ്ചി സ്ക്വയറിൽ നടത്തിയ കന്യാസ്ത്രീമാർ, ഈ ആരോപണം ഉന്നയിച്ച കന്യാസ്ത്രീമാർ നടത്തിയ സമരം, അവര് അവിടെ വിവിധ പ്രവർത്തനത്തിലേക്ക് മാറേണ്ടി വന്നു എന്ന കാര്യം നമുക്കറിയാം. അവരുടെ തന്നെ സഭയില്ല. അങ്ങനെയാണ് അവര് ഈ കാര്യത്തില് ഒറ്റക്കെട്ടായി നിൽക്കുന്നതും ഏതാനും 6 പേര് മറ്റോ ചേർന്ന് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയതുമൊക്കെ. അക്കാലത്ത് മത തീവ്രവാദ സംഘടനകൾ, പ്രത്യേകിച്ച് ലോകത്ത് നമ്മൾ കേരളം ഭയപ്പെടുന്ന ചില ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ, ഇവരെ ഫണ്ട് ഉണ്ടായിരുന്നു എന്ന ആരോപണം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം, കുറെ കഴിഞ്ഞപ്പോ ഈ ഏതാനും ക്രൈസ്തവ കന്യാസ്ത്രീമാർ നടത്തിയ ഈ സമരത്തിലേക്ക് പന്തലിൽ ഇരിക്കാൻ സ്കൂളുകളിൽ നിന്ന്, ഇസ്ലാമിക സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ ഇറക്കുമതി ചെയ്തതടക്കം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സഭാവിരുദ്ധ ശക്തികളുടെ പിന്തുണ പല രീതിയിലുണ്ടായി. അതിപ്പം നമ്മുടെ എറണാകുളം അങ്കമാലി രൂപതയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സീറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമൊക്കെ ഭിന്ന അഭിപ്രായമുള്ളവരും ഒക്കെ ഇതിന് പിന്തുണ കൊടുത്തത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. പക്ഷെ അവരായിരുന്നില്ല യഥാർത്ഥത്തിൽ ഫണ്ടിങ് നടത്തിയിരുന്നത്. വലിയ തോതിൽ ഇതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും പണം എത്തിക്കുകയും ഈ 3 വർഷത്തിലേറെ നീണ്ട ഈ കേസ് നടത്തിക്കൊണ്ടു പോകുന്നതിനും ഒക്കെ വലിയ തോതില് ഒരു പിന്തുണയില്ലാതെ നടക്കില്ല. അപ്പൊ ആ പിന്തുണ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. സഭാവിരുദ്ധ ശക്തികൾ, അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ചില ശക്തികൾ വളരെ കൃത്യമായ ഗൂഢാലോചനകളിലൂടെ, വളരെ കൃത്യമായ തന്ത്രങ്ങളിലൂടെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയം ഉണ്ടാകേണ്ടതില്ല. കാരണം അത് വളരെ വ്യക്തമായിരുന്നു. ഈ കാര്യത്തിന്റെ പിന്നില് വളരെ വ്യക്തമായ ചില അജണ്ടകൾ കാണാൻ കഴിയും. അത് ബിഷപ്പ് ഫ്രാങ്കോയെ കുറ്റരാപിതനാക്കുക എന്നുള്ളതിനേക്കാൾ ഏറെ അപ്പുറത്ത് കിടന്നു. കത്തോലിക്ക സഭയിലെ ഒരു മെത്രാനെ എതിരെ ചില കൂട്ടിക്കെട്ടുവാനും, അത് അദ്ദേഹം ചില നടപടികൾ, കാരണം ഈ കാര്യത്തിന്റെ തുടക്കം മുതലുള്ള ചില കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ആരോപണം ഉന്നയിച്ച കന്യാസ്ത്രീ, ആ സിസ്റ്റർ, അവർക്കെതിരെയുള്ള ഒരു ആരോപണം അന്വേഷിക്കുവാൻ ഈ ഫ്രാങ്കോ പിതാവ് സെന്ററില് അതിന് മുൻകൈ എടുത്തത് മുതലാണ് ഈ ഭീഷണിപ്പെടുത്തലിലേക്കും ഈ ബലാത്സംഗ ആരോപണത്തിലേക്കും ഒക്കെ കടന്നത്. അത്തരം ചില ഭീഷണികളും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ആലഞ്ചേരി പിതാവിനെ വരെ വിളിച്ച് ഫോൺ റെക്കോർഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിച്ചതും അടക്കമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നീട് അങ്ങ് നടന്നത് വളരെ കൃത്യമായ ഒരു തന്ത്രപരമായ പദ്ധതിയുടെ ആവിഷ്കാരമായിരുന്നു. ഒരു നാടക ആവിഷ്കാരം പോലെ അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ്. അതിന് മാധ്യമങ്ങളുടെ പിന്തുണ സ്വാഭാവികമായിട്ട് ലഭിച്ചു. കാരണം ഇവിടുത്തെ ഭൂരിപക്ഷം മാധ്യമങ്ങളും സഭാവിരുദ്ധരോ കത്തോലിക്ക സഭയുടെ ഈ വളരെ നന്മയുള്ള വളർച്ചയിൽ അസൂയപ്പെടുന്നവരോ ഒക്കെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും മാന്യമായി പോകുന്ന, ഏറ്റവും നല്ല നിലയിൽ പോകുന്ന ഒരു സഭയ്ക്കെതിരെ ഏതൊക്കെ തരത്തിൽ അതിനെ അപകീർത്തിപ്പെടുത്തുവാനും അതിനെ തകർക്കുവാനും ഒക്കെ ശ്രമങ്ങൾ നടത്താൻ കഴിയുമോ അതൊക്കെ അതിന് പിന്തുണ കൊടുക്കുന്ന നമ്മൾ കാണാറുണ്ട്. കാരണം കത്തോലിക്ക സഭയ്ക്ക് വളരെ ശക്തമായ മാധ്യമങ്ങൾ ഇല്ലാതെ പോകുന്നു എന്നത് തന്നെയാണ് പ്രധാനം. അത് കത്തോലിക്ക വിശ്വാസികൾ പലപ്പോഴും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. നമുക്കറിയാം, ദീപികയും ഷെക്കീനയും ഒക്കെ അപ്പുറത്ത് കടന്ന് പൊതുസമൂഹത്തില് നമുക്ക് ഉള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, അല്ലെങ്കിൽ പ്രചാരത്തിൽ നിൽക്കുന്ന മാധ്യമങ്ങളെല്ലാം തന്നെ സഭയ്ക്കെതിരായി മാറുന്നു. അപ്പൊ ഈ മാധ്യമങ്ങളുടെ പിന്തുണ സ്വാഭാവികമായി ലഭിക്കും. അതാണ് ജസ്റ്റിനും ഒക്കെ ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ ഈ പിന്തുണ ഒക്കെ ഉണ്ടാകുമ്പോഴും അതിന്റെ പിന്നിൽ ഒരു നിഗൂഢ താല്പര്യമുണ്ട് എന്നതാണ് പ്രധാനം. ദുരാരോപണം ആർക്കെതിരെ ഉന്നയിക്കുവാനും അവരെ
അപകീർത്തിപ്പെടുത്തുവാനും പൊതുസമൂഹത്തില് വലിയ തോതിൽ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉന്നയിക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമല്ല, പക്ഷെ നേരത്തെ നമുക്കൊരു സൂര്യനെല്ലി കേസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ അദ്ദേഹം, നമുക്കറിയാം, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന പ്രൊഫസർ PJ കുര്യനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ കൃത്യമായ നിഗൂഢമായ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ള നീക്കങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരുന്നു. അവസാനം ഈ സുപ്രീം കോടതി പോലും അദ്ദേഹത്തെ നിരപരാധിയായി വിധിക്കുമ്പോഴും അദ്ദേഹത്തെ ഇപ്പോഴും ആക്ഷേപിക്കാൻ ഈ കേസ് ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മുടെ പൊതുസമൂഹം വരുത്തുന്ന വലിയ തെറ്റ്, തിന്മ എന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെ നമുക്കറിയാം PJ തോമസ് എന്ന് പറഞ്ഞ IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഇന്ത്യയുടെ മുഖ്യ വിജിലൻസ് കമ്മീഷണറായിരുന്നു. അദ്ദേഹത്തെയാണ് അഴിമതി കേസിൽ പുറത്താക്കിയത്. ഒരു അഴിമതി പോലും ചെയ്യാത്ത ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ഞാൻ എൻ്റെ 33 വർഷത്തെ പത്രപ്രവർത്തന ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ മുൻപന്തിയിലുള്ള ആളാണ് മാന്യനായ പ്രൊഫസർ PJ തോമസ്. അദ്ദേഹത്തെയാണ് ഇവിടെ അഴിമതി കേസിൽ പുറത്താക്കിയത്. അപ്പൊ ഇവിടെ എന്ത് നടക്കാം, ആർക്കെതിരെയും ഏത് ദുരാരോപണം കൊണ്ടുവരാം. അതിന് സ്ത്രീകളെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല മാർഗം. കാരണം ഇന്ത്യയിലെ സ്ത്രീകളെ സംരക്ഷിക്കാൻ നൽകിയിരിക്കുന്ന നിയമവ്യവസ്ഥയിലെ ദുരുപയോഗം ചെയ്യുവാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള ഗൂഢശ്രമങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകുന്നുണ്ട്. അതിനെതിരെ പൊതുസമൂഹം ജാഗരൂകരായിരിക്കുക. അത് കത്തോലിക്ക സഭയുടെ മാത്രം പ്രശ്നമല്ല, അത് പൊതുസമൂഹത്തിന്റെ വലിയ പ്രശ്നമാണ്. നന്മ ചെയ്യുന്നവരെ സംരക്ഷിക്കുവാനും തെറ്റുകളെ എതിർക്കുവാനും സത്യത്തോടൊപ്പം നിലനിൽക്കുവാനും സത്യബോധവും നീതിബോധവും ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കുവാനും നമ്മുടെ പൊതുസമൂഹത്തിന് കഴിയേണ്ടതുണ്ട്. ആ നിലയിൽ ഒരു വലിയ ചർച്ച, ഇത്തരത്തിലുള്ള താങ്കൾ ഇന്ന് ഇത്തരം ഒരു ചർച്ചയ്ക്ക് മുൻകൈയെടുത്തതിലൂടെ അതിൽ പങ്കെടുക്കാമെന്ന് ഞാൻ സമ്മതിക്കാൻ തന്നെ കാര്യം, ഇത്തരത്തിലുള്ള ഒരു മാറ്റം നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഒരു തെറ്റും ചെയ്യാത്തവരെയും ക്രൂശിക്കുവാൻ ഒത്തിരിയേറെ ആളുകൾ അവിടെ മുന്നിലുണ്ടാകും. എനിക്ക് രാഷ്ട്രീയമായി മറ്റു പല കേസുകളും അറിയാം, എന്റെ വായി വരുന്നുണ്ട്, ഞാൻ പറയുന്നില്ല, കാരണം ഇതിലേക്ക് രാഷ്ട്രീയം വലിച്ചിഴക്കേണ്ടതില്ലാത്തതുകൊണ്ട്. അപ്പൊ ഈ പൊതുസമൂഹത്തിലെ തെറ്റ് ചെയ്ത, നമുക്കറിയാം, ഓണംകുളം അച്ഛന്റെ കാര്യം, പഴയ ഒരു കഥ അറിയാം. അദ്ദേഹത്തെ ഇതുപോലെ പീഡന കേസിലെ പ്രതിയാക്കി എത്രയോ വർഷം ജയിലിൽ കിടന്നു. അതിനുശേഷം ശിക്ഷിക്കപ്പെട്ടു. എന്നിട്ടാണ് യഥാർത്ഥ പ്രതി വന്ന് പറയുന്നു അദ്ദേഹം അല്ല പ്രതി, അദ്ദേഹം പ്രതിയല്ല, ഇതിനകത്തെ യഥാർത്ഥ പ്രതി ഇവിടെ ഞങ്ങളുടെ പിതാവാണ്. അപ്പോ അത്തരത്തിലുള്ള സംഭവങ്ങൾ വരെ കണ്ട കേരളമാണ്. അപ്പോ ഇത്തരത്തിൽ ദുരാരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, തെറ്റായ ആരോപണങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിന് വലിയ പൊതുസമൂഹത്തിൽ വലിയ തോതിൽ അതിന് പ്രചാരം കിട്ടുമ്പോൾ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ പോലും പലരും തെറ്റിദ്ധരിക്കുന്നു. എന്നോടൊപ്പമുള്ള, എന്നെ അറിയുന്ന പലരും എന്നോട് ഇതേക്കുറിച്ച് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അവരോടൊക്കെ എക്കാലത്തും ഞാൻ പറയും, നമുക്ക് ഫ്രാങ്കോ പിതാവിനെ കുറ്റക്കാരനാക്കാൻ വേണ്ട ഒരു തെളിവും ഇതേക്കുറിച്ച് പഠിച്ചാൽ എനിക്ക് കിട്ടിയിട്ടില്ല, ഒരു കുഞ്ഞു തെളിവ് പോലും. എന്ന് മാത്രമല്ല, ഈ ആരോപണം പലപ്പോഴും തെറ്റാണ് എന്ന് ഡൽഹിയില് 20 കൊല്ലത്തിലേറെ പത്രപ്രവർത്തനം നടത്തുന്ന എനിക്ക് മനസ്സിലായതിൽ എനിക്ക് കിട്ടിയ രേഖകളെന്ന് പറഞ്ഞു. കോടതി ഇത് ശരിവെച്ചിരിക്കുക. കോടതി പറയുമ്പോൾ, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പറയുമ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള മാന്യത പോലും ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. വ്യക്തമാണ്. ഞാൻ തിരിച്ചു ശ്രീ ജോർജ് കലുവിൽ അങ്ങ് വളരെ മനോഹരമായി തന്നെ ആ ഒരു വിഷയം അങ്ങ് അവതരിപ്പിക്കുകയുണ്ടായി. ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ഈ വ്യാജ പൊതുബോധം സൃഷ്ടിച്ചെടുത്ത് നിരപരാധികളെ ക്രൂശിക്കുന്ന ഈ ഒരു പ്രവണതയ്ക്ക് അന്ത്യം കുറിക്കേണ്ടതില്ലേ? പ്രത്യേകിച്ച് നമ്മുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒക്കെ ഒരു വളർച്ച വളരെ വലിയ രീതിയിൽ സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുഖ്യധാര മാധ്യമങ്ങൾ വളരെയധികം പേർ കാണുന്നു. അവരൊക്കെ ഒരു കേസ് ഉണ്ടാകുന്നു, ഒരു അറസ്റ്റ് ഉണ്ടാകുന്നു, ചാനൽ ചർച്ചകൾ നടത്തുന്നു. അവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ഒരു കുറ്റാരോപിതനായി അല്ലെങ്കിൽ കുറ്റക്കാരനായി ഓൾറെഡി പ്രഖ്യാപിക്കുന്നു. ഇതെല്ലാം ഈ വിധി പ്രസ്താവിക്കുന്ന ഒരു ജഡ്ജിയെ സമ്മർദ്ദത്തിലാക്കുന്നതല്ലേ? ഇത്തരം ഒരു പ്രവണതയ്ക്ക് അറുതി കുറിക്കുവാൻ എന്തെങ്കിലും ഒക്കെ ഒരു നിയമ നിർമ്മാണമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യമല്ലേ ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ? നല്ല ചോദ്യമാണ്. ഈ കാലഘട്ടത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയവുമാണ്. ഇവിടെ നീതിപാലകരെ, നിയമപാലകരെ അല്ലെങ്കിൽ ജഡ്ജിമാരെ ഈ മാധ്യമ കൾച്ചർ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലരെയെങ്കിലും സ്വാധീനിക്കും. കാരണം സാമൂഹിക മാധ്യമങ്ങളെയും വാർത്താ മാധ്യമങ്ങളെയും വളരെ താല്പര്യത്തോടെ സമീപിക്കുന്ന ധാരാളം നിയമപാലകർ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ
ഭൂരിപക്ഷവും അങ്ങനെയല്ല. ഭൂരിപക്ഷം അതിൽ നിന്നൊക്കെ മാറി നിന്ന് സ്വന്തം നിലപാടെടുക്കുന്നവർ തന്നെയാണ്. എന്നാൽ ഇതിന്റെ പുറകെ പോകുന്നവരെ പോലും അത് സ്വാധീനിക്കുമെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ എങ്കിലും നമുക്കത് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. ചിലരെങ്കിലും ഇന്നത്തെ ഈ മാധ്യമ പ്രഷർ ഉണ്ടല്ലോ, അത് സ്വാധീനിക്കപ്പെടാം. കാരണം ഇന്ന് രാവിലെ ഞാൻ കോടതിയിൽ നിൽക്കുമ്പോൾ ഏകദേശം 10:30 മണിക്ക് എന്റെ ഒരു സുഹൃത്തായ അഭിഭാഷകൻ വരാന്തയിൽ കൂടെ വന്നു. കോട്ടയത്ത് ഈ അഡീഷണൽ ജില്ലാ കോടതിയിൽ മുമ്പിൽ നിൽക്കുമ്പോൾ ആ വരാന്തയിൽ കൂടെ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായത്തിൽ എല്ലാ ദിവസവും ഈ വാദമോഹങ്ങളെ പറ്റിയൊക്കെ കേൾക്കുകയും അറിയുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നവരാണല്ലോ കോട്ടയം ബാറിലെ അഭിഭാഷകര്, അപ്പൊ എന്തായിരിക്കും ഒരു സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാധ്യമങ്ങളുടെ മേലെ ചെവി കൊടുക്കാത്ത ഒരു ജഡ്ജ്മെന്റ് ആണ് വരുന്നതെങ്കിൽ അത് നീതിപൂർവമായിരിക്കും, ഫ്രാങ്കോ ബിഷപ്പിന് നീതി കിട്ടും. ഇനി അതേസമയം മാധ്യമങ്ങളുടെ പ്രഷറിന്റെ മേലെ വീണു പോകാനുള്ള ഒരു മനസ്സ് അദ്ദേഹം കാണിക്കുകയാണെങ്കിൽ അത് തീർച്ചും നെഗറ്റീവ് ആയിരിക്കുമെന്ന് ഒരു അഭിഭാഷകന്റെ വായിൽ നിന്ന് ഇന്ന് രാവിലെ ഞാൻ കേട്ടൊരു കാര്യമാണ്. ഇത് യാഥാർത്ഥ്യമാണ്. ഇന്ന് കോടതി വിധികളും സർക്കാർ തീരുമാനങ്ങളും എല്ലാം നടപ്പിലാക്കുന്നത് ഈ മാധ്യമങ്ങൾ. ഞാനൊരു കാര്യം ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുക. എന്താ ക്രൈസ്തവ വിഭാഗത്തിൽ ഉള്ള ആളുകൾ പ്രതികളാകുമ്പോൾ മാത്രമാണോ ഇരകൾക്ക് നീതി വേണ്ടത്? ഈ നാട്ടിൽ മറ്റ് സമുദായത്തിൽപ്പെട്ട മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട ഇരകൾക്കും എന്തേ നീതി മേടിച്ചു കൊടുക്കാൻ ഇന്നത്തെ മാധ്യമ പ്രവർത്തനത്തിന് പറ്റാത്തത്? ഈ അടുത്ത നാളുകളിൽ നമ്മൾ കണ്ടല്ലോ, ഒരു പിതാവിന് മകള് ഗർഭിണിയാക്കപ്പെട്ടു, എന്നിട്ട് അത് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. സ്വൈപ്പിംഗ് കേസ് വന്നു, അത് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ സംസ്കാരം വളർന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമ്മുടെ കച്ചവടം നടക്കത്തുള്ളൂ, റേറ്റിംഗ് കൂടത്തുള്ളൂ, യൂട്യൂബ് ഇൻകം വർദ്ധിക്കത്തുള്ളൂ. നമ്മൾ അതിന്റെ പുറകെയാ. അല്ലാതെ ചർച്ച ചെയ്ത് ഇത്തരത്തിലുള്ള സംസ്കാരങ്ങൾ, മോശപ്പെട്ട സംസ്കാരങ്ങള്, മലിനമാക്കപ്പെടുന്ന കൾച്ചറുകള് അത് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എല്ലാവരും ഫണ്ടിന്റെ പുറകെയാ. കളിവൻ സാറ് പറഞ്ഞു, അതുപോലെ തന്നെ ഈ ഫണ്ട് എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിക്കണം. ഒരു സാധാരണക്കാരന് 5 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ചാൽ 10 ദിവസത്തിനുള്ളിൽ വരും ടാക്സുകാര്. അങ്ങനത്തെ ടാക്സേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഈ നാട്ടില് 1 രൂപ വരുമാനമില്ലാത്ത ഈ പ്രിയപ്പെട്ട സിസ്റ്റർമാർ, ഞാൻ കേസ് നടത്തിയതിനെ ഒന്നും അപമാനിക്കുകയല്ല, തള്ളിക്കളയുകയല്ല, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ കേസ് നടത്തി ഈ ഇൻകം എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിക്കുന്നുണ്ടോ ഈ മാധ്യമങ്ങൾ? എന്താ അത് ചർച്ച ചെയ്യാത്തത്? ഫ്രാങ്കോ പിതാവ് കോടികൾ കൊടുത്തതിനെയാണ് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും നല്ല വക്കീലന്മാരെയാണ് അദ്ദേഹം ഇറക്കിയിരിക്കുന്നത്. ധാരാളം പൈസ ചെലവായിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ന്യൂനപക്ഷ കേസ് നടത്തിയാൽ എനിക്കറിയാം. ഒരു കേസ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകൾ, ഞാൻ അഭിഭാഷകനാണ്, നമുക്കറിയാം. അവർക്കും അതുപോലെ ചെലവുണ്ടായിട്ടുണ്ട്. അവർക്കുണ്ടായിരിക്കുന്ന ചെലവ് പോലെ തന്നെ ഈ നീതിപീഠം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ മനുഷ്യന് പൈസ മുടക്കിയിരിക്കുന്നത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ എന്തേ അത് അന്വേഷിക്കാൻ പോകാത്തത്? പിന്നെ മറ്റൊരു കാര്യം എനിക്കിതിനകത്ത് ജോർജ് കളിവൻ സാർ പറഞ്ഞതിനോട് 100% അനുകൂലിച്ചുകൊണ്ട് പറയുകയാണ്. സഭയ്ക്കെതിരെ, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ, കത്തോലിക്ക തിരുസഭയ്ക്കെതിരെ കഴിഞ്ഞ നാളുകളായിട്ട് പരസ്യമായിട്ട് റോഡിലിറങ്ങി തെരുവിലിറങ്ങി യുദ്ധം ചെയ്യുന്ന പല മാന്യന്മാരെയും ഞാൻ ഇന്ന് കോടതിയിൽ കണ്ടു. കോടതി മുറിക്കുള്ളിൽ കണ്ടു. എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. വിഘടിതവാദികളെ, പിന്തിരിപ്പന്മാരെ ഞാൻ അവിടെ കണ്ടു. സഭാവിരോധികളെ ഞാൻ കണ്ടു. അവരുടെ എല്ലാം പിന്തുണയുണ്ട്. അവർക്ക് പിന്തുണ കൊടുക്കുന്നത് ആരാണെന്നും, മഞ്ചിസ്ക്വയറിൽ സമരം നടത്തിയവർക്ക് ആരാണ് പിന്തുണ കൊടുത്തതെന്നും, അവിടെ കുഞ്ഞുങ്ങളെ തൃശ്ശൂരിലെ സ്കൂളിൽ നിന്ന് കൊണ്ടു നിറക്കിയത് ആരാണെന്നും, അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്ത ആരുടെ ഫണ്ടാണെന്നും ഒക്കെ അറിയാവുന്ന ഈ നാട്ടിലെ സാധാരണക്കാർക്കൊക്കെ അറിയാം. ഈ മാധ്യമ പ്രവർത്തകർ മുഴുവൻ വാങ്ങിക്കൂട്ടുന്ന കോടികള് ഈ കത്തോലിക്ക സഭയെ തകർക്കാൻ, ക്രൈസ്തവ വിശ്വാസത്തെ ഈ നാട്ടിൽ നിന്ന് തകർക്കാൻ ചില മത തീവ്രവാദ നിലപാടുകാരുടെ കൂടെ നിന്ന് നടത്തുന്ന ഗൂഢശ്രമത്തിന്റെ ഒരു ഇര മാത്രമാണ് ഫ്രാങ്കോ ബിഷപ്പ്. അതുപോലെ തന്നെയാണ് പഞ്ചാബിലും കൊടികുത്തു വാഴുന്ന ലഹരി മാഫിയയുടെ സപ്പോർട്ട്. ആ ലഹരി മാഫിയയെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്കറിയാം, ഇന്ത്യയിലെ നാർക്കോട്ടിക് ഹബ്ബാണ് അമൃത്സർ, പഞ്ചാബ്. ഇന്ത്യയുടെ ഗ്രീൻ ഹബ്ബാണ് പഞ്ചാബ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ചങ്കാണ് പഞ്ചാബികള്. ഇന്ത്യൻ ദേശീയതയെയും അഖണ്ഡതയെയും ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തെ ഇല്ലാതാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ദേശവിരുദ്ധ ശക്തികളുടെ
അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾക്കെതിരെ ശക്തമായ നടപടികളുമായിട്ട് ഫ്രാങ്കോ ബിഷപ്പ് ജലന്ധറിൽ മുന്നോട്ട് പോയതിന്റെ ഒരു പ്രതികരണം കൂടെയാണ് അത്തരക്കാരുടെ കോടിക്കണക്കിന് രൂപ ഫണ്ട് ഇറക്കിയുള്ള ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളും വ്യാജ നിയമയുദ്ധങ്ങളും. ഇത്തരത്തിലുള്ള പ്രവർത്തികളെ നമ്മൾ ശക്തമായിട്ട് എതിർക്കണം. അല്ലെങ്കിൽ നാളെ ഇത് നമ്മുടെ വീട്ടിലും കടന്നു വരും, നമ്മുടെ കുടുംബത്തിൽ വരും. ഇത് നാളെ ജോർജിയുടെ വീട്ടിലും വരും, ജസ്റ്റിന്റെ വീട്ടിലും വരും, ജോസ് സാറിന്റെ വീട്ടിലും വരും, ദേവസാദ് സാറിന്റെ വീട്ടിലും വരും. ഇത് നമ്മളൊക്കെ ഒന്നിച്ചു നിന്ന് ശക്തിയോടെ ഇത്തരത്തിലുള്ള ഈ നെഗറ്റീവ് പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശക്തമായിട്ട് മുന്നിട്ടിറങ്ങണം. യെസ്, വളരെ വ്യക്തമായി തന്നെ അങ്ങ് അത് അവതരിപ്പിച്ചു. നിരപരാധികളെ ക്രൂശിക്കുന്ന ആ പ്രവണതയ്ക്ക് തീർച്ചയായും അന്ത്യം കുറിക്കണം. ശ്രീ ടി ദേവപ്രസാദ്, ഈ ഒരു കേസിലൂടെ, ഈ ഫ്രാങ്കോ പിതാവിൻ്റെ ഈ ഒരു കേസിലൂടെ നമുക്കറിയാം, അതിന് പിന്നിൽ പ്രവർത്തിച്ച ചില ഗൂഢാലോചനകളെ പറ്റി നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾ സൂചിപ്പിക്കുകയുണ്ടായി. ഒന്ന്, സഭയുടെ മുഖം വികൃതമാക്കുക, സഭയെ കരിവാരി തേക്കുക. രണ്ട്, ഈ ഒരു കേസിലൂടെ ഈ സഭയിൽ തന്നെ ഒരു വിഭാഗീയത അല്ലെങ്കിൽ സഭയിൽ തന്നെ ഒരു ഡിവിഷൻ സൃഷ്ടിക്കുവാനും ഈ കേസിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അതിനൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നില്ലേ ശ്രീ ടി ദേവപ്രസാദ്? അങ്ങനെ കരുതേണ്ടി വരും. കാരണം അങ്ങനെയാണ് ഇപ്പോൾ കേരള സഭയിലെ പല കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം, ജസ്റ്റിൻ സൂചിപ്പിച്ചതുപോലെ ഈ മയക്കുമരുന്നിനെതിരെ ഫ്രാങ്കോ പിതാവ് അവിടെ ജലന്ധറിലെ സ്കൂളുകളിൽ ചില പ്രചരണങ്ങൾ ആരംഭിച്ചെന്നും അവിടെ അതിന് പിന്തുണ നൽകിയവർ പിതാവിനെതിരായി എന്നൊക്കെ നമ്മുടെ പാലാ പിതാവ് നാർക്കോട്ടിക് ജിഹാദ് സംബന്ധിച്ച പ്രസ്താവന ഇറക്കിയ കാലത്ത് പുറത്തു വന്നതാണ്. അതൊക്കെ ആരും അങ്ങനെ ഏറ്റെടുത്തില്ല, മുമ്പോട്ട് പോവുകയും ചെയ്തു. കാരണം ഫ്രാങ്കോ പിതാവ് പ്രതികൂട്ടി നിൽക്കുന്ന ആളാണല്ലോ. അപ്പം അതുപോലെ പക്ഷേ സഭയ്ക്കെതിരായിട്ട് ബാക്കിയുള്ള സംവിധാനങ്ങൾ വളരെ ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഇവർക്ക് ഉപകരണങ്ങളാകാൻ നമ്മുടെ കൂടെ നിന്ന് തന്നെ ആൾക്കാരെ കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞു, ഈ കോടതിയുടെ വിധി, കർത്താവിന്റെ മണമാട്ടിമാര് കണ്ണുനീരോടെ നിൽക്കുകയാണ്, അവരിനിയിപ്പോ ഹൈക്കോടതിയിൽ പോകും. ഇനി ഹൈക്കോടതി മറിച്ച് ഈ വിധി തന്നെ ന്യായീകരിച്ചാൽ പിന്നെ അവരെന്ത് ചെയ്യും? സുപ്രീം കോടതി പോകുമായിരിക്കും. ജസ്റ്റിൻ പറഞ്ഞതുപോലെ ഇപ്പം ശരിക്കും ഞാൻ പറഞ്ഞ തിരിച്ച് പിതാവിനെതിരായിരുന്നു ഈ വിധിയെങ്കിൽ പിതാവ് ചേർന്ന് ഹൈക്കോടതി പോകുമായിരുന്നു. അവിടെയും വിധി തിരിച്ചാണെങ്കിൽ സുപ്രീം കോടതി പോകുമായിരുന്നു. കാരണം ഈ കോടതിയിൽ കുറ്റവിമുക്തനാക്കണമെന്നും പറഞ്ഞ് അദ്ദേഹം അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ജുഡീഷ്യൽ പ്രൊസീജിയേഴ്സ് ആണ്, അതിനെ ഞാൻ കുറ്റപ്പെടുത്തല്ല. പക്ഷെ ഇതിനുള്ള ഫണ്ടിങ്, അത് ജസ്റ്റിൻ ചോദിച്ച പോലെ ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് അന്വേഷിക്കണം. ഇപ്പം അത്യാവശ്യം ജീവിതമാർഗമുള്ള പലരെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോവാ. എനിക്കറിയാവുന്ന ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ഒരു പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നതിന് അവിടെ അദ്ദേഹത്തിനോട് പരിചയമുള്ള ഒരാളായിട്ട് പോലും ഏതുണ്ട് 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ കൊടുക്കണം, 2 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. ഏതായാലും ലക്ഷങ്ങളാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെയൊക്കെ കൊടുത്ത് എങ്ങനെ കേസ് നടത്താൻ പറ്റും എന്നുള്ള ചിന്തിക്കേണ്ടതാണ്. പിന്നെ ഒരു അനുരഞ്ജനത്തിന്റെ പാത ഈ കന്യാസ്ത്രീകൾക്ക് ഇപ്പോഴും വരാത്ത എന്തുകൊണ്ട്? അവർ കന്യാസ്ത്രീകളായിട്ട് തുടരുകയാണ്. അവരുടെ ഹാബിറ്റ്, അവരുടെ കന്യാസവസ്ത്രമൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. അവര് അനുസരണവും ദാരിദ്ര്യവും പിന്നെ ബ്രഹ്മചര്യവും വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവരാണെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ച് ജീവിക്കുന്നവരാണ്. ഇപ്പോഴും ഒരു അനുരഞ്ജനത്തിന്റെ പാത വരുമോ? സഭയ്ക്ക് ഏതായാലും ഇത്രയും ദോഷങ്ങളൊക്കെ ചെയ്തു, ഇനിയും ഇതൊരു വലിയ ദോഷമാക്കാതെ ഒരു കോടതി എല്ലാ കേസുകളും പരിശോധിച്ച് എല്ലാ തെളിവുകളും പരിശോധിച്ച് അവര് പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കാൻ സാധിക്കുന്നില്ല എന്ന് വിധിച്ച ഒരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും മറ്റുള്ളവരുടെ ഒരു ആയുധമായി മാറാതെ അവര് ഈ വിധി അംഗീകരിച്ച് സഭയുമായി അനുരഞ്ജനപ്പെടാൻ അതിനുള്ള ഒരു മധ്യസ്ഥ ശ്രമമാണ് സഭയിൽ നിന്നുണ്ടാകേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇനി ഇവര് കോടതി പോയാൽ വീണ്ടും ആ കോടതി ഇനിയിപ്പം ഇതുപോലെ വിചാരണകളൊന്നുമില്ല എങ്കിലും വാദവും കൗണ്ടറും പ്രതിവാദവും ഒക്കെ ഹൈക്കോടതികളിലൊക്കെ നടക്കും. അത് ഒരു വാർത്തയാവും, പിന്നെ അതിന്റെ വിധി വരും, ഇതുപോലെ ആകാംക്ഷ വരും. ഇതൊക്കെയാണ്. പക്ഷെ എപ്പോഴും സഭയ്ക്കെതിരെ കല്ല് പിറക്കി എറിയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിലൂടെ അവർ ചെയ്യുന്നത് എന്ന് അവർ മനസ്സിലാക്കുക. എനിക്ക് ഇത്രയും കാലം സന്യാസി ജീവിതമൊക്കെ നയിച്ചവരല്ലേ അവർ ഇപ്പോഴും അവരുടെ മഠത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ ചിലപ്പോഴും കുറവലങ്ങാട് പള്ളിയിൽ പോകുമ്പോൾ അവര് ഇത് ഫ്രാങ്കോ സിസ്റ്റേഴ്സ് ആണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പൊ അവര് കുർബാനയ്ക്കൊക്കെ വരുന്നതായിട്ട് ഇവരാണോ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്കാരെയും വ്യക്തിപരമായി പരിചയമില്ല. എങ്കിലും കുറവലങ്ങാട് പള്ളി ഞാൻ പ്രാർത്ഥിക്കാൻ പോയിട്ടുള്ള ചില ദിവസങ്ങളിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു ഇത് ഫ്രാങ്കോ സിസ്റ്റേഴ്സ് ആണ്, അവരവിടെ വരുന്നതൊക്കെ. അപ്പൊ അവർ പ്രാർത്ഥനയിലും ജീവിതത്തിലും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയെങ്കിലും ഒരു അനുരഞ്ജനത്തിൽ ഒരു വിധി വന്നു, ആ വിധി അംഗീകരിച്ച് ഒരുപക്ഷെ അവരാഗ്രഹിച്ചതുപോലെ വന്നാലേ നീതിയാവൂ എന്നൊക്കെ പറയുന്നത് ശരിയല്ലല്ലോ. ഏതായാലും സഭയ്ക്കെതിരെ ആഞ്ഞടിക്കാൻ ശ്രമിച്ചവരെ ഒക്കെ നിരായുധരാക്കിക്കൊണ്ട് ഇന്നൂടെ ചിലപ്പോൾ വേണേ പറയുമായിരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നാളെയും ഫ്രാങ്കോ പിതാവിനെ ഇപ്പം ജോർജ് ചൂണ്ടിക്കാണിച്ച
നമ്മുടെ സഹനദാസൻ എന്ന് വിശ്വാസികൾ വാഴ്ത്തുന്ന ഓണംകുളത്തച്ഛനെ കുറിച്ച് ഇപ്പോഴും ചീത്തം പറഞ്ഞു നടക്കുന്ന എത്രയോ വലിയ മാധ്യമ പ്രവർത്തകരുണ്ട് അല്ലേ? അപ്പൊ അവരൊക്കെ വലിയ മാധ്യമ പ്രവർത്തകരായിട്ട്, കാരണം ഇതിന് ഒത്തിരി പേര് ഇതുണ്ട്, അവർക്ക് യൂട്യൂബ് സംസ്കാരമൊക്കെ വളർത്തിയെടുക്കുകയും ചെയ്യാം. ഇത് കൊണ്ടുവന്നിട്ട് പിന്നെ ഓണംകുളത്തച്ഛൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു എഴുതിയിരിക്കുന്നു. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ കോടതി വിധി വന്നതുകൊണ്ടൊന്നും ഫ്രാങ്കോ പിതാവിനെതിരായിട്ടുള്ള ആരോപണം നടത്തുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം അതിനെയും ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി വന്നതുകൊണ്ട് അദ്ദേഹത്തിന് സത്യസന്ധമായി നെഞ്ചുയർത്തി അല്ലെങ്കിൽ താൻ കുറ്റക്കാരനല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യത്തോടെ ജീവിക്കാമെന്നുള്ളതിനപ്പുറം സഭയ്ക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളിലൊക്കെ എന്തെങ്കിലും കുറവ് വരുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയും കൂടി ഇരുന്ന് ഫ്രാങ്കോ എന്ന് പറയുമ്പോഴത്തെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് തന്നെ ചിത്രീകരിച്ച് പറയാനാണ് സാധ്യത. അതൊക്കെ ഈ പറയുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ നമുക്ക് പറ്റുന്ന, അല്ലെങ്കിൽ പിന്നെ മറ്റു പലരും ചെയ്യുന്നത് പോലെ ചെയ്യണം. അത് നമുക്ക് ക്രൈസ്തവർക്ക് അനുവദിച്ചിട്ടുമില്ല. ഗൂഢാലോചനകളുണ്ട്. ആ ഗൂഢാലോചനകളിൽ ചേർന്ന് അവർ സഭയെ ആക്രമിച്ചാലും ദൈവം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ദൈവം സഭയെ രക്ഷിക്കാൻ ദൈവത്തിന്റെ വഴികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ലോകത്തിന്റെ വഴികൾ അല്ല. പക്ഷെ അതുകൊണ്ട് ലോകത്തിന്റെ വഴികൾ സ്വീകരിക്കേണ്ടതല്ല. ഇപ്പൊ കേസ് വരുമ്പോൾ ദൈവം രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞാൽ അഭിഭാഷകൻ എനിക്കതിരുന്ന കേസ് ജയിക്കില്ലല്ലോ. കോടതി കേസ് വാദിക്കണം. അത് ദൈവത്തിന്റെ വഴികളോട് നമ്മൾ നടത്തുന്ന സഹകരണമാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ ഇപ്പം മുമ്പേ ആദ്യം പറഞ്ഞ പോലെ ഒരു സാക്ഷിയും കൂറുമാറ്റാൻ ശ്രമിക്കാതെ ഇങ്ങനെ ഒരു വിധി ഉണ്ടാകാൻ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ ഒരു ഇടപെടൽ തന്നെയാണ്, പിതാവ് പറഞ്ഞതുപോലെ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിനൊരു വഴിയുണ്ട്. പക്ഷെ ഇവരുടെ ആക്രമണമൊന്നും ഇല്ലാതാകുമെന്ന് കരുതുന്നില്ല. ഈ ആക്രമണങ്ങൾ നടത്തുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നല്ലാതെ ഇതൊന്നും ഇവരാരെങ്കിലും ആക്രമണം ഉണ്ടാകുന്നു. ഇപ്പൊ ജോർജ് പറഞ്ഞ പോലെ അദ്ദേഹത്തിനൊക്കെ അറിയാമല്ലോ, ഒരു 10-50 വർഷമായിട്ട് നമുക്ക് ഈ മാധ്യമങ്ങളെ അറിയാവുന്നതല്ലേ. ഇവരൊക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മുടെ സ്കൂളുകളിൽ എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ വേണമെങ്കിൽ അവർ വരും. നമ്മളെ അന്നേരം ഇതൊക്കെ മറന്നു വന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ പലരെയും ഇങ്ങനെ അവർ പറഞ്ഞ് നടക്കുമെന്നുള്ളവരെ കൂടി, അത് ജോർജിനെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന നിരവധി സംഭവങ്ങൾ. അപ്പൊ എങ്ങനെയൊക്കെ വരും. പക്ഷെ കാര്യത്തോടെ ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ആദ്യം കല്ലറിയും നമ്മുടെ ഈ സഹായം മേടിച്ചു തരാം. പക്ഷെ നമ്മൾ സഹായം കൊടുക്കുന്നത് അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചല്ലാത്തത് കൊണ്ട് നമുക്ക് അതിൽ വേദനയില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടാറുണ്ടായിരിക്കും. പക്ഷെ ഇത്രയും ഒരു സംസ്കാരത്തിന് പിന്തിരിയാൻ അവര് മനസ്സിലായാൽ അവർക്ക് സമാധാനം കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയാച്ചാ എന്നെ ശപിക്കല്ലേ എന്ന് പറയേണ്ടി വരുന്ന അതൊരു മനസാക്ഷി കടിയുന്നുണ്ടായതല്ല. അങ്ങനെ ഇല്ലാത്തവരാണ് കൂടുതൽ. അങ്ങനെ ഒന്നുള്ളവർക്ക് ഇങ്ങനെയുള്ള ചിന്തയൊന്നും വരികയല്ല. എനിക്ക് തോന്നുന്നത് ഇത് ഇനിയെങ്കിലും ഒരു സമാധാനത്തിന് സഭയ്ക്കുള്ളിൽ നിന്ന് സഭയെ കല്ലെറിയുന്നവർക്ക് ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥന. അങ്ങനെ ഉള്ളവരുണ്ട്, മറ്റുള്ളവരുടെ ഉപകരണങ്ങളായി മാറുന്നുണ്ട്. ഈ വലിയ കച്ചവട ലക്ഷ്യങ്ങളുള്ളവരുടെ ഉപകരണങ്ങളായി മാറുന്ന ഒരു സഭയിലുണ്ട്. സമയപരിമിതി നമ്മൾ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ ജോർജ് കല്ലുവേലി, നേരത്തെ ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ ശ്രീ ടി ദേവപ്രസാദ് സൂചിപ്പിച്ചു, ഈ പഞ്ചാബിൽ ജലന്ധറിൽ ഈ മയക്കുമരുന്ന് മാഫിയക്കെതിരെയുള്ള ഫ്രാങ്കോ പിതാവിൻ്റെ ഒരു പോരാട്ടം ഒരു പരിധിവരെ പിതാവിനെ കൊടുക്കുവാൻ കാരണമായിട്ടുണ്ടോ? ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ ജോർജ് കല്ലുവേലി. ഈ കേസിനെ കുറിച്ച് കൂടുതൽ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഫ്രാങ്കോ പിതാവിനെതിരെയുള്ള കേസില് നർക്കോട്ടിക് ഇഷ്യൂ അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് മാഫിയയുടെ വലിയ സ്വാധീനമുണ്ട് ആയിരുന്നു. അതാണ് അതിന്റെ പിന്നിലെന്ന് ഞാൻ കരുതുന്നില്ല. അതും ഉണ്ടാകാം. അത് പിന്നീട് അവരുടെ ഒരു പിന്തുണ പിന്നീട് വന്നിട്ടുണ്ടാകാം. പക്ഷെ ഈ കേസിന്റെ ആധാരം മുഴുവൻ മറ്റു ചിലതൊക്കെയാണ്. അത് ഈ ആരോപണം ഉന്നയിച്ച കന്യാസ്ത്രീയും ആയി ബന്ധപ്പെട്ട ഒരു ആരോപണവുമായി അതിനെ തുടർന്ന് ഫ്രാങ്കോ പിതാവ് അവർക്കെതിരെ നടത്തിയ ഒരു അന്വേഷണം വെച്ച ഒരു അന്വേഷണത്തിന്റെ അവിടുത്തെ ഉള്ള ഈ ഏറെക്കാലമായി ഈ സഭയുടെ ജനറൽ സ്ഥാനത്ത് ഇരുന്നിരുന്ന അതൊരു പുതിയ സന്യാസ സഭയാണ്. റോമിന്റെ അംഗീകാരമൊക്കെ കിട്ടി വരുന്നേ ഉള്ളൂ. രൂപതയുടെ കീഴിൽ മാത്രമുള്ള ഒരു പുതിയ സന്യാസ സഭയാണ്. അതിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഏറെക്കാലം ഇരുന്നത് കൊണ്ട് അധികാരവും പണവും സ്വാതന്ത്ര്യവും അമിതമായി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേക്കാണ് ഞാൻ കാണുന്നത്. ഇന്നിപ്പോ ഞാൻ സാമൂഹ്യ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഫേസ്ബുക്കും ട്വിറ്ററും അടക്കമുള്ള സോഷ്യൽ മീഡിയകൾ ശ്രദ്ധിക്കുകയായിരുന്നു. അവിടെ കത്തോലിക്കരായിട്ടുള്ളവര് അല്ലാത്തവര് വലിയ തോതില് ഈ അനീതി നടന്നിരിക്കുന്നു, കോടതി വിധി തെറ്റാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഒത്തിരിയേറെ ആളുകളെ ഞാൻ കാണാൻ, അവരുടെ പോസ്റ്റുകൾ ഞാൻ വായിക്കുകയാണ്. എൻ്റെ അഴിയിൽ പോയി എഴുതിയിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്തതുകൊണ്ടാണ് അതിനിടയ്ക്ക് സത്യം എന്താണ് എന്ന് ഇവർക്ക് ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇവിടെ നടന്നിരിക്കുന്ന ഈ സംഭവങ്ങളുടെ ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയാവുന്നവര്, വസ്തുതകൾ അറിയാവുന്നവര്, ഇതിന്റെ തെളിവുകൾ ഉള്ളവര് ഏതാണ്ട് വളരെ 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 കുറവാണ്. ബാക്കി എല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടിയിൽ നിന്നും അവർ മനസ്സിലാക്കി വെച്ച ആരോപണങ്ങളാണ്. ഇതാണ് നമ്മുടെ പൊതുസമൂഹത്തില് തെറ്റിനെ എങ്ങനെ തെറ്റ് അത്രയേറെ വ്യാപകമായി
ചില ശരികളെ തെറ്റുകളാക്കിയും തെറ്റുകളെ ശരികളാക്കിയും മാറ്റുന്നു എന്നത് അതിന്റെ അപകടമാണ് വലിയ തോതിൽ ഞാൻ കാണുന്നത്. കാരണം ഇവിടെ വലിയ തോതിലുള്ള ചില കുൽസിത ശ്രമങ്ങൾ, ഗൂഢശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെറ്റിനെ വക്രീകരിക്കുവാനും ശരികളെ ചിത്രീകരിക്കുവാനും തെറ്റുകളായി ചിത്രീകരിക്കുന്നതിനും വേണ്ടി. അവിടെയാണ് ഇപ്പോ ഈ പൊതുസമൂഹത്തിലെ സാധാരണക്കാരെ ഞാൻ കുറ്റം പറയുന്നില്ല. അവര് നോക്കുമ്പോ പാവപ്പെട്ട കന്യാസ്ത്രീമാർ അവര് മൊഴി കൊടുത്തിട്ടും അത് അംഗീകരിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ മൊഴി കൊടുത്തപ്പോ അംഗീകരിക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ, ആ മൊഴിയുടെ ഒരു ഭാഗത്ത് ഒരു മൊഴി പോലും സാഹചര്യ തെളിവ് കൊണ്ടോ മറ്റു തെളിവുകൾ കൊണ്ടോ സാധൂകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. ഇത് കോടതി എല്ലാ തെളിവുകളും വസ്തുതകളും സാക്ഷിമൊഴികളും, നമുക്കറിയാം ഈ കേസില് ഇവരെല്ലാം അഡ്വക്കേറ്റ് ജസ്റ്റിനൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു സാക്ഷി പോലും കൂറുമാറിയിട്ടില്ല. ശ്രീ ജോർജ് കല്ലുവലി, ഞാൻ സമയപരിമിതി മൂലം ഇടപെടുകയാണ്. നമ്മൾ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അവസാനമായി ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ഇനി ഈ ഒരു കേസിന്റെ തുടർ നാൾവഴികൾ എന്തൊക്കെയായിരിക്കും? ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ. സാധാരണ ഏത് വ്യക്തികൾക്കും നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശമായ അപ്പീൽ സാധ്യത മുന്നിലുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും അപ്പീൽ പോകും, യാതൊരു സംശയം വേണ്ട. അപ്പീലിന് പോകാനുള്ള അവകാശം അവർക്കുണ്ട്. അതിനെ ആർക്കും നിഷേധിക്കാനും പറ്റില്ല. അത് അവരുടെ അവകാശമാണ്. അതുമായിട്ട് മുന്നോട്ട് പോകും. എന്ത് പോയാലും സുപ്രീം കോടതിയിൽ ചെന്നാലും ഞാൻ മനസ്സിലാക്കുന്നു, ഈ സാക്ഷി വിസ്താരങ്ങൾ, പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിസ്താരം കഴിഞ്ഞാൽ 313 ക്വസ്റ്റ്യനിങ്, സെക്ഷൻ 313 CRPC പ്രകാരമുള്ള ക്വസ്റ്റ്യനിങ് ഉണ്ട് പ്രതിയെ. നിയർലി 400 ക്വസ്റ്റ്യൻസ് ആയിരുന്നു, 400 ചോദ്യങ്ങൾ ഏകദേശം 5 മണിക്കൂർ എടുത്തിട്ടാണ് കോടതി ചോദിച്ചത്. എന്റെ അറിവില് അത്രയും ദീർഘമായ ഒരു ക്രിമിനൽ കേസിലെ ക്വസ്റ്റ്യനെയർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആഴത്തിൽ കടന്നു ചെന്ന് ഓരോ പോയിന്റ് മെഴകീറി പരിശോധിച്ച് ശേഷം മനോഹരമായ ഒരു ജഡ്ജ്മെന്റ് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മനോഹരമായ ഒരു ജഡ്ജ്മെന്റുമായിട്ട് സുപ്രീം കോടതിയിലേക്കോ ഹൈക്കോടതിയിലേക്കോ ചെന്നാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കത്തില്ല. കാരണം 2000 പേജുള്ള ചാർജ് ഷീറ്റ് സകല തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഈ വാദികളോട് ചേർന്ന് നിൽക്കുന്ന പോലീസ് വിഭാഗം അല്ലെങ്കിൽ നീതി പാലന വിഭാഗം കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ച് തെളിവുകൾ സമർപ്പിച്ച് വാദമുഖങ്ങൾ സമർപ്പിച്ചിട്ടും നേടിയെടുക്കാൻ പറ്റാത്തതൊന്ന് ഒരു കാരണവശാലും അവർക്ക് ഉന്നത നീതിപീഠങ്ങളിൽ നിന്നും ലഭിക്കില്ല എന്ന് തന്നെയാണ്. വ്യക്തമാണ്. ശ്രീ അവസാനമായി ശ്രീ ടി ദേവപ്രസാദ്, ഈ ഫ്രാങ്കോ പിതാവിന്റെ ഒരു കേസ് സമൂഹത്തിന് നൽകുന്ന ഒരു പാഠം എന്താണ്? ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ ടി ദേവപ്രസാദ്. സത്യം വിജയിക്കാൻ ദൈവം ഒരു വഴി കണ്ടെത്തും എന്ന് അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നവർക്കെല്ലാം ഒരു പ്രത്യാശ പകരം കിട്ടുന്നുണ്ട് ഈ വിധിന്യായത്തിലൂടെ. അതാണ് ഈ കേസ് സമൂഹത്തിന് തരുന്ന പൊതുവായ പാഠം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ചർച്ച അവസാനിപ്പിക്കുകയാണ്. സഭയെ ആഞ്ഞടിക്കാനിരുന്നവർക്ക് അവരെ ഇളിഭരാക്കുന്ന ഒരു ധീരമായ ചരിത്ര പ്രാധാന്യമേറിയ ഒരു വിധിയാണ് ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത്. നിരപരാധികളെ ക്രൂശിക്കുന്ന, തെറ്റായ പൊതുബോധം സൃഷ്ടിച്ച് അവരെ ക്രൂശിക്കുന്ന പ്രവണത തീർച്ചയായും അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവിധ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് ചരിത്ര പ്രാധാന്യമേറിയ നിർണായകമായ ഈ വിധി പുറപ്പെടുവിച്ച ജഡ്ജിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജോർജ് കല്ലുവേലിൽ, അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ശ്രീ ടി ദേവപ്രസാദ്, ഒപ്പം ശ്രീ PC ജോർജ്, 4 പേർക്കും പ്രത്യേകം നന്ദി.